പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഞായറാഴ്ച കൂടി ഞങ്ങൾ തെറ്റാണ്ട് വീഡിയോ ഇടാൻ വന്നിരിക്കുകയാണ്. ചെറിയേട്ടൻ്റെ വീട്ടിലത്തെ അത്ഭുത ചെറുനാരങ്ങയിലത്തെ കമൻസ്, അയ്യോ അതിൽ മുഴുവൻ കമൻസ്, അയ്യോ ചെറിയേട്ടാ വെട്ടല്ലേ 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 എന്ന് പറയുന്ന രോദനങ്ങളാണ് മുഴുവൻ. ആ വീഡിയോ മുഴുവൻ കാണാണ്ടേ വെട്ടണമെന്ന് ചെറിയേട്ടന് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ നമ്മള്, അത് കേട്ടപ്പോഴേക്കും തന്നെ കമന്റ് ഇട്ടേക്കാന്നുണ്ട്. അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ ചെറിയേട്ടനും ഞങ്ങളും പറയുന്നുണ്ട് എന്തായാലും വെട്ടില്ല. അത് അങ്ങനെ അന്ന് തോന്നി. മെയിനായിട്ട് എപ്പോഴാണ് തോന്നിയെന്നാ ചെറിയേട്ടയിൽ പറയണ്ട, എൻ്റെ ചെറുനാരങ്ങയുടെ ചെറിയേട്ടൻ്റെ കണ്ണിൻ്റെ ഇവിടെ കോറിട്ട് 2 ദിവസം കെട്ടിയിരുന്നോടെന്ന് ഓർമ്മയുണ്ട്, കുറേ നാൾ മുന്നേ. അപ്പൊ അങ്ങനെ കണ്ണിലത് കൊണ്ടിട്ട് 2 ദിവസം അങ്ങനെ ഒരു എന്തോ ഇൻഫെക്ഷൻ എന്തോ പോലെ കണ്ണിൻ്റെ ഉള്ളിൽ ബുദ്ധിമുട്ട് വന്നു. അപ്പാണ് ഈ തേങ്ങ ഞാൻ വെട്ടിക്കളയാൻ പോവാന്നൊക്കെ അങ്ങനെ പറഞ്ഞേ. കുറേ നാൾ മുന്നേ. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു, ഇനി ആ വെട്ടില്ല കേട്ടാ. ശരത് CB ബാബു, ഇങ്ങനെ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാൽ വളരെ എളുപ്പമാണല്ലോ പിന്നീട് വിരുന്നുകാർ വരുമ്പോൾ കൊടുക്കാൻ. പണ്ടത്തെ ആളുകൾ ഓരോ പഴഞ്ചൊല്ലുകൾ പറഞ്ഞു ഉണ്ടാക്കിയത് അന്നത്തെ ജീവിതാനുഭവം കൊണ്ടും മറ്റുള്ളവരെ നോക്കിയോ കൊതു വരുന്നു ചേട്ടാ. വേണ്ട വേണ്ട വേണ്ട, ഒരെണ്ണുള്ളൂ, ആ ഒരെണ്ണത്തിനെ കൊന്നാൽ മതി. പണ്ടത്തെ ആളുകൾ ഓരോ പഴഞ്ചൊല്ലുകൾ പറഞ്ഞു ഉണ്ടാക്കിയത് അന്നത്തെ ജീവിതാനുഭവം കൊണ്ടും മറ്റുള്ളവരെ എളുപ്പത്തിൽ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും കൂടിയാണ്. ഏത് പഴഞ്ചൊല്ലുകൾ എടുത്തു നോക്കിയാലും അതിലൊരു ശാസ്ത്രീയ വിശകലനം ഉണ്ടാകും. ശരിയാണ്, തീർച്ചയായിട്ടും വളരെ ശരിയാണ്. അത് നമുക്ക് കറക്റ്റായിട്ടുള്ള ശാസ്ത്രീയമായ കാര്യം പറഞ്ഞ ആളുകൾ അതനുസരിക്കില്ല. ഇങ്ങനെ വല്ലതാ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് വിദ്യാഭ്യാസവും ഇല്ലല്ലോ ആളുകൾക്ക്. അപ്പം ഇതുപോലത്തെ വല്ലതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അനുസരിക്കും. എനിക്ക് നിങ്ങൾക്ക് മാങ്കോഡിഷനിൽ പൊന്നപ്പോഴല്ലേ ചെന്നപ്പോ ഒരു പൂച്ചര കഥ പറഞ്ഞില്ലേ സുരേഷ് ഗോപി, അതാണ് എനിക്കൊന്നും മനസ്സിലായില്ലേ. പിന്നെ ഞാൻ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതൊന്ന് പറഞ്ഞു കൊടുത്തത് പൂച്ചര കഥ പറഞ്ഞു കൊടുക്കുക. അത് എല്ലാ എപ്പിസോഡിനും തുടക്കം എന്തെങ്കിലും ഒരു മോട്ടിവേഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റോറി ചെറുത് ഇങ്ങനെ പറഞ്ഞിട്ടാണ് എപ്പിസോഡ് തുടങ്ങുക. അപ്പം അങ്ങനെ അന്ന് ആള് പറഞ്ഞ സ്റ്റോറിയാണ് ഒരു പൂച്ച, ഒരു സന്യാസി സ്ഥിരം ശല്യക്കാരനായിട്ടുള്ള ഒരു പൂച്ചേനെ ഹോമം ചെയ്യുമ്പോഴേ ഈ പൂച്ച വന്നിട്ട് ശല്യം. അപ്പൊ ശിഷ്യന്മാരോട് ഹോമം കഴിയണവരെ അതിനെ പൂട്ടിയിടാൻ പറഞ്ഞു. ഗുരു പറഞ്ഞു പൂട്ടിയിടാൻ. അങ്ങനെ എല്ലാ ദിവസവും പിന്നെ ഈ ഹോമം തുടങ്ങുന്നതിന് മുന്നേ ശിഷ്യന്മാർ ഈ പൂച്ചേനെ കെട്ടിയിടും. അങ്ങനെയായിട്ട് ഈ ഗുരു മരിച്ചുപോയി. ഗുരു മരിച്ചിട്ട് ഇവര് പിന്നെയും പൂജ തുടർന്നു. പൂച്ചയും ചത്തുപോയി. അപ്പോൾ ഇവര് പറഞ്ഞു എല്ലാ ദിവസവും ഹോമം തുടങ്ങുന്നതിന് മുന്നേ ഒരു പൂച്ചേനെ കെട്ടിയിടണം, അത് നിർബന്ധമുള്ള കാര്യമാണ്, അതൊരു ആചാരമാണെന്നും പറഞ്ഞിട്ട് വേറെ അവിടെ നിന്ന് ഒരു പൂച്ചേനെ കൊണ്ടുവന്നിട്ട് ആ സമയത്ത് കെട്ടിടും ഈ ഹോമം കഴിയണവരെ. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അത് അങ്ങനെ അത് പിന്നെ ഒരു ആചാരം പോലെ അങ്ങനെ ഒരു ഇതുപോലെ സംഭവിച്ചതാണ് പറയുന്നത്. അങ്ങനെ കഥ എത്ര കൊല്ലങ്ങളോളം ഒരു സാധനല്ലേ, ഒരു ബെഞ്ച് പെയിന്റ് അടിച്ചിട്ട് ഉണങ്ങാൻ വേണ്ടിട്ട് 2 പട്ടാളക്കാരെ കാവൽ നിർത്തി വർഷങ്ങൾ കഴിഞ്ഞിട്ടും 2 പട്ടാളക്കാരെ അവിടെ കാവൽ നിൽക്കാന്ന്. അപ്പൊ അന്ന് നിർത്തിയിട്ടുള്ള ആളുണ്ടല്ലോ, ഇവര് നിർത്തിയിട്ടുള്ള ആള്, അയാൾക്ക് ഭയങ്കര പ്രായമായി. അയാൾ എന്നിട്ട് വന്നപ്പോ ഇവര് 2 പേര് അവിടെ നിൽക്കുമ്പോ ചോദിച്ചു അങ്ങനെ എന്തോ ഒരു കഥയുണ്ട്. ഇതുവരെ ഈ പെയിന്റ് വെച്ചിട്ട്. അപ്പൊ അങ്ങനെ രാത്രി നഖം വെട്ടരുത് എന്ന് പറയും. രാത്രി നഖം വെട്ടിയാൽ വീട് നശിക്കും എന്നാണ് പറയാ. ശരിക്കും അതിന് കാരണമുണ്ട്. പണ്ട് നഖം വെട്ടിയിരുന്നത് കത്തി കൊണ്ട് മൂർച്ചയുള്ള മറ്റ് ചെറിയ എന്തെങ്കിലും ആയുധം വെച്ചാകും. പണ്ട് കറണ്ട് ഇല്ലല്ലോ, അപ്പോൾ രാത്രി അത് ഉപയോഗിച്ച് വിരലുകൾ മുഴുവൻ സാധ്യത കൂടുതലാണ്. അതന്നെ ചേച്ചി പറഞ്ഞ പോലെ ഓരോ ചൊല്ലും കൃത്യമായ കാരണങ്ങളുണ്ട്. നമ്മുടെ കാരണവന്മാർ ചില്ലറക്കാരല്ല. ഈ നഖം വെട്ടിയിട്ട് ഈ മിറ്റത്തൊക്കെ ഇരുന്നിട്ട് നഖം വെട്ടിയിട്ട് ഇവിടെ ഇടാൻ പാടില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. രാത്രി പെട്ടെന്ന് കേട്ടിട്ടുണ്ടോ കൊതുക് രാത്രി സന്ധ്യ കഴിഞ്ഞാൽ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നഖം വെട്ടരുതെന്ന് പറയും, നശിക്കുന്നു പറയും. അങ്ങനെ പറഞ്ഞ അച്ഛനമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ. അപ്പൊ കൈയും കാലും മുറിഞ്ഞിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ കാശ് ചെലവ് വരും. അങ്ങനെയൊക്കെ കുടുംബം നശിച്ചു. അന്ന് പണ്ട് കാലത്ത് കാശൊന്നും ഇല്ല കയ്യിൽ, ആരുടെ കയ്യിലും കാശില്ല. ആശുപത്രിയിൽ പോകണമെങ്കിൽ വല്ലയിടത്തും കടം വാങ്ങിച്ചിട്ട് വേണം പോകണമെങ്കിൽ. അന്നത്തെ കഞ്ഞൂടിയല്ലേ കഴിയുള്ളൂ. അടുത്തത് ബീന കുമാർ, സല്യൂട്ട് ടു ദ ക്യാമറാമാൻ. ഏരിയൽ വ്യൂ മെയ്ഡ് സെൻസ് ടു ദെയർ പ്ലോട്ട്സ്. നെവർ കുഡ് അണ്ടർസ്റ്റാൻഡ് ദ ലേഔട്ട് ഓഫ് ദ ലാൻഡ്. അത് നമ്മുടെ മിഥുനാണ്. അന്ന് അവൻ്റെ കയ്യിൽ ഒരു ഡ്രോൺ ഉണ്ട്, അതുകൊണ്ട് അവൻ വെറുതെ വന്നത് അങ്ങോട്ട് അല്ലേ, എന്നിട്ട് എടുത്തതാ. റിയാസ്, അജു ഇന്നേ വരെ ഒരു സാധനം ടേസ്റ്റ് നോക്കിയിട്ട് അടിപൊളി സാധനം എന്നല്ല തല്ലിപ്പൊളി എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടില്ല. സരിത പറയുന്നത് ഒരുപാട് തവണ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഇനിയിപ്പോൾ പശുവിൻ്റെ കാടിവെള്ളം കൊടുത്താലും സൂപ്പർ ടേസ്റ്റ്, വേണമെങ്കിൽ നമുക്കും ഇത് കുടിക്കാം എന്നേ അജു പറയുന്നു. അതല്ല മോശം ഉണ്ടെങ്കിലും കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയും അല്ലേ, അങ്ങനെയല്ലേ പറയാറ്? ഞാൻ ചിലതിന് അത് അത്ര രസമല്ലേ എന്നൊക്കെ പറയാറില്ലേ.
പറയില്ലേ? പറയാറുണ്ടെന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് കഴിക്കാം. ചേട്ടൻ പരമാവധി പറയാറില്ലേ അടിപൊളി സാധനം തന്നെ പറയാറ്. ഉപ്പ് കൂടിയ അങ്ങനെ വല്ല കൂടിയാലും കുറഞ്ഞാലൊന്നും പറയാറില്ലല്ലോ. അല്ല, നമുക്ക് കഴിക്കാവുന്ന കാര്യങ്ങളല്ലല്ലോ. അല്ലാണ്ട് ഇപ്പൊ അതിനത്ര ഈ നമുക്ക് അങ്ങനെ കേടുവരുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കേടുവരുന്ന കാര്യങ്ങളല്ല. എന്താ പറയാ, ഇങ്ങനെ ഒരു വാക്ക് പറയില്ലേ, എന്തൊരു സരിത പറയാ, അങ്ങനെ മറ്റുള്ളവർക്ക് ഉപദ്രവകരമല്ലാത്ത രീതിയിൽ നമുക്ക് അഭിപ്രായം പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നല്ല പറയാ. അല്ല, നമ്മള് ടേസ്റ്റ് നമ്മൾ പറയണത് കേട്ടിട്ടാണല്ലോ ആളുകൾ ട്രൈ ചെയ്യാ. അപ്പൊ ടേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് ടേസ്റ്റ് ഇല്ല, അത് വെറുതെ ട്രൈ ചെയ്ത സമയവും സാധനം അതൊക്കെ പറയാറുണ്ടല്ലോ. ഇതാ വെക്കണ്ടെന്ന് പറയില്ലേ. അടുത്ത് ഹെൽവിൻ, ക്യാമറാമാൻ നോക്കി നടന്നില്ലെങ്കിൽ പിന്നിലോട്ട് വീഴല്ലേ. അജുവേട്ടന് സരിതേച്ചി സ്പോർട്സിന് ഓടുന്നത് പോലെയാണ് ഓടുന്നത്. അത് ശരിയാട്ടാ. ഞാൻ ഈ കമന്റ് വായിച്ചതിന് ശേഷം ഞാൻ വീഡിയോ കണ്ടു നോക്കി ഒന്നുകൂടി. അപ്പൊ നമ്മള് ഭയങ്കര സാധാ നടക്കണ പോലെ സ്പീഡിലാണ് നടക്കണം, നമ്മൾ ആലോചിക്കണില്ല. ഇതിനനുസരിച്ച് മിഥുൻ ബാക്കിലേക്കല്ലേ നടന്നു പോണേന്നുള്ളത് അവന് പിന്നിലേക്ക് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ നടന്നു പോയിട്ട് മിഥുൻ പറഞ്ഞില്ലേ, മിഥുന്റെ കൂട്ടുകാരൻ വിഷ്ണു ഒരു കല്യാണത്തിന്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ പിന്നിലേക്ക് നടന്നിട്ട് സ്റ്റെപ്പ് എന്തുകൊണ്ടായിരുന്നു ബാക്കിലേക്ക് വീണു. എന്നിട്ട് 2-3 ലക്ഷം രൂപ വരെ ക്യാമറ ജിമ്പലൊക്കെ അവൻ റെന്റിന് എടുത്തതാ. അതൊക്കെ പൊട്ടി. അവൻ വീണപ്പോൾ അതും വീണല്ലോ. അപ്പോൾ അവൻ്റെ കാശ് കുറേ പോയി എന്ന് പറയാ. അങ്ങനെ നടക്കുമ്പോ നമ്മളല്ല ക്യാമറാമാർ സൂക്ഷിക്കുക. അതാണ് സ്ലോവിൽ നടന്നു കഴിഞ്ഞാൽ അവൻ സ്ലോവിൽ നടക്കില്ല. നമ്മൾ സ്പീഡിൽ നടക്കണോണ്ടല്ലേ അവനും വേഗം പോണ്ടി വരുന്നേ. ക്യാമറയുടെ കാശ് പൊട്ടി പോയത് അല്ല, അവനിപ്പോ നിതിൻ വീണു എന്ന് വിചാരിക്കും. നമ്മുടെ ഈ ഫോൺ S23 അൾട്ര വീണ് പൊട്ടി. അപ്പൊ ചേട്ടൻ എന്തൊരു ചെയ്യാ, നഷ്ടമല്ലേ. അപ്പൊ നമ്മൾ ഇത്തിരി സ്ലോവിൽ നടക്കാം. ചേട്ടൻ ഞാൻ അടിക്കാൻ ഞാൻ വെറുതെ പറഞ്ഞു, എനിക്കറിയാം. അടുത്ത് അനിതക്കെ, എന്തെങ്കിലും കാര്യത്തിന് ഞാനിങ്ങനെ വന്നിട്ടേ ചിലപ്പോ ഞാൻ ചേട്ടൻ്റെ അടുത്തെത്തുമ്പോ തലമാന്താൻ അങ്ങനെ പോവാ. അപ്പൊ അയ്യോ, അത് കാണാൻ നല്ല രസമാണ്. നമ്മളറിയാണ്ട് ഓരോ റിയാക്ഷൻസ് ആണ്. അനിതക്കെ, സുജിതയുടെ ചിരിക്കുടുക്കുകൾ അടിപൊളിയുന്നു. മുകളിൽ നിന്നുള്ള വ്യൂ, പ്രകൃതി അതിമനോഹരി തന്നെ. ശരിക്കും വേറൊരു സ്ഥലം പോലെ തോന്നുന്നു. ചെറുനാരങ്ങ സിറപ്പ് സൂപ്പർ. മുകളിൽ നടക്കുമ്പോ എന്തൊരു ഭംഗിയാണെന്നറിയോ. അടുത്തത് യുനൈസ് മുഹമ്മദ് ഞാൻ തോന്നുന്നുണ്ട് അല്ലേ. നിങ്ങളുടെ വീഡിയോസ് അടിപൊളി, ഇങ്ങനെ ആകണം വീഡിയോസ്. സന്തോഷം. അടുത്ത് ബാബു കിളിമാനൂർ, സരിതക്കുട്ടി ഇടയ്ക്ക് അജുവിൻ്റെ മണ്ടയ്ക്കൊന്ന് കൊടുക്കൂ, നന്നാവുമോ എന്ന് നോക്കാം. എവിടെ ഒരു കാര്യമില്ല. അടുത്ത് ഇന്ത് ചന്ദ്, ഇനി വരുന്നവർക്ക് ഞങ്ങൾ ഈ നാരങ്ങ വെള്ളമാണ് കൊടുക്കുക എന്ന് പറഞ്ഞല്ലോ. പക്ഷെ അജു തെക്ക് വടക്ക് പോകുമ്പോൾ ഓരോ ഗ്ലാസ് അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഉണ്ടാകുമോ സരിത? ശരിയാ. നമ്മൾ നേന്ത്രപ്പഴ അല്ല പഴക്കൊല കെട്ടിയിട്ടുണ്ടാവും വീടുകളിലൊക്കെ കെട്ടിയിട്ട് പഴക്കൊല. അപ്പോൾ അങ്ങോട്ട് നടക്കുമ്പോൾ ഓരോ പഴം ഉരിഞ്ഞ് തിന്നണ പരിപാടിയില്ലേ എല്ലാവർക്കും. ഇത് പക്ഷെ ഞാനത് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു. അതുകൊണ്ട് അത് എടുത്ത് കുടിക്കാൻ സാധ്യത കുറവാ അല്ലേ? കുടിക്കുന്നില്ല. പിന്നെ മധുരം ചേട്ടൻ ഇപ്പോൾ പരമാവധി കഴിക്കൽ ഒഴിവാക്കി. അടുത്തത് ഗിരിപ്രസാദ്, സുജിതയ്ക്ക് നല്ല ചുമയും കഫക്കെട്ടും, എന്നാൽ ഇരിക്കട്ടെ നല്ല തണുത്ത നാരങ്ങ വെള്ളം, നല്ല ഐസ് ഇട്ടതും പോരാ, നല്ല -30°C തണുപ്പിച്ച് വെള്ളം ഇട്ട് 1-ാം തരം നാരങ്ങ വെള്ളം കുടിച്ച് എന്തെല്ലാം പുകിലാണ് സുജിതയുടെ വീട്ടിൽ നടന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞോ? ഇല്ല. അവിടെ രാത്രി സുജിതയുടെ ചുമ കൂടി. പകല് മുഴുവൻ പാടുപെട്ട് പണിയെടുത്ത് തളർന്ന് രാത്രി ഒന്ന് ഉറങ്ങാവുന്ന സുജിതയുടെ ഭർത്താവ് പകല് മുഴുവൻ പണിയെടുത്ത് അങ്ങനെയല്ല, ആ ഫ്ലോ കളയല്ലേ. സുജിതയുടെ ഭർത്താവ് ഉറങ്ങാൻ തുടങ്ങും. അപ്പൊ സുജിത തുടങ്ങും. അവസാനം അതായത് ചുമ തുടങ്ങുന്നു. അവസാനം ഒരു രക്ഷയും കിട്ടാതെ സുജിത ഭർത്താവ് 3 മാസം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും പറഞ്ഞു വിട്ടു. ഒരു നാരങ്ങ വെള്ളം കാച്ചിയാലോ എന്ന് തൂവാനത്തുമ്പികളിലെ മോഹൻലാൽ അശോകനോട് ചോദിച്ച പോലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചു. CCTV ക്യാമറ അല്ല ഒളി ക്യാമറ വെച്ചിട്ടുണ്ട്. നമ്മള് പോലും അറിഞ്ഞില്ല അല്ലേ. കുരുമുളക് വാടിയതിന്റെ കാരണം ആള് കണ്ടുപിടിച്ചു. കുരുമുളകും ഇരുമ്പുളിയും തമ്മിലുള്ള പ്രണയം അത് കണ്ടുപിടിച്ചു അല്ലേ. പല രഹസ്യമായിട്ട് പല കാര്യങ്ങളും കണ്ടുപിടിച്ച് ഞങ്ങളുടെ ലോകത്തിനെ മുഴുവൻ അറിയിക്കുന്നു ഗിരിപ്രസാദ്. അടുത്തത് ഉല്ലാസൻ VK, ചേലാട്ടി എന്ന പക്ഷിയാണ് വീട്ടിൽ മരങ്ങളിൽ വന്നിരുന്ന് ചിലച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിൽ ഞങ്ങൾ ആ വീട്ടിൽ വഴക്കുണ്ടാവും എന്ന് പഴമക്കാർ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പഴമക്കാർ അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊന്നും വലിയ കാര്യമില്ല സരിതേ.
അപ്പൊ പഴഞ്ചൊല്ലി പതിരില്ല എന്ന് പറയുന്നത് പഴഞ്ചൊല്ലി എന്നല്ല, ഇതിന് കുറെ വാക്കുകൾ പഴഞ്ചൊല്ലി അല്ലല്ലേ അത്? ഇത് പഴഞ്ചൊല്ലല്ലോ, ഇതിങ്ങനെ ഓരോ വിശ്വാസം. ആ 2 മൈനനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഓരോ വിശ്വാസങ്ങൾ. ആ ഒരു കമന്റ് ഉണ്ട്, ചേട്ടൻ എടുത്തിട്ടുണ്ടാ? അങ്ങനെ ഒരു കമന്റ് ഉണ്ട്. അതായത് ഈ ഇങ്ങനെ പറയണല്ലൊന്നും ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറയണ സരിത 1 മൈനനെ കണ്ട ഇങ്ങനെ പിടിച്ച് നടക്കും. അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും പറഞ്ഞിട്ടേ. അത് നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആഴ്ന്നിറങ്ങിക്കൊണ്ടുപോയി ചെറുപ്പത്തിൽ തന്നെ ഒരു ഒരു കുട്ടി മനസ്സുണ്ടല്ലോ, ആ ഒറ്റമൈന കാണും പെട്ടെന്ന്. അപ്പോൾ ഈ ഒറ്റമൈന എന്ന് പറയുമ്പോൾ എന്താണാവോ, അത് നമ്മൾ ചെറുപ്പം തൊട്ട് തന്നെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ വിശ്വാസങ്ങളൊക്കെ ഇല്ലേ, ഇപ്പോൾ നഖം വൈകുന്നേരം വെട്ടാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ, അതെനിക്ക് ചെറുപ്പം തൊട്ടേ കേൾക്കുമ്പോഴൊക്കെ ഇതൊക്കെ അന്ധവിശ്വാസമാണ്. കസേരം ഇരുന്ന് കാലാട്ടി അമ്മയച്ഛനും മരിക്കും, ഇങ്ങനത്തെ ഒക്കെ കേൾക്കുമ്പോൾ. അമ്മി മരക്കലൊന്നും നമ്മൾക്ക് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ഇല്ല, കാരണം രാത്രി നമ്മൾ അരയ്ക്കാറുമില്ല. ഞാൻ രാവിലെ തന്നെ കൂട്ടാനുള്ള പണികളൊക്കെ രാവിലെ കഴിക്കുമല്ലോ, അപ്പോൾ വൈകുന്നേരം അരച്ചിട്ടില്ല. സന്ധ്യാസമയത്ത് കട്ടളപ്പടിയും ഇരിക്കാൻ പാടില്ല, അത് ഹിരണ്യനെ കൊന്ന മറ്റേ ഹിരണ്യകശിപുവിനെ കൊന്ന സമയമാണ് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ ചിലതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതിലൊരു ലോജിക്കില്ലാത്ത പോലെ മുന്നേ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒറ്റമൈനയും ഇരട്ടമൈനയും നമ്മൾ ചിന്തിക്കണോണ്ടാണോ എന്നറിയില്ല, അല്ലാത്ത ഇതിനൊന്നും കാണാത്ത ദിവസം ചിലപ്പോൾ ടീച്ചർമാരുടെ കയ്യിൽ നിന്ന് അടി കിട്ടേ ചീത്ത പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ഒറ്റമൈനനെ കാണുന്ന ദിവസം അടി കിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ കരയേണ്ടി വരും, ഉറപ്പാ. അപ്പോൾ ഓർമ്മ വരും, ഇന്ന് ഒറ്റമൈനനെ കണ്ടു. അപ്പോൾ അതങ്ങനെ അതൊരു വിശ്വാസം അങ്ങനെ പതിഞ്ഞു. അത് 2 മൈനനെ കണ്ടാൽ ഭയങ്കര സന്തോഷം അന്നത്തെ ദിവസം. പ്രത്യേകിച്ച് സന്തോഷിക്കാൻ ഒന്നുമില്ലെങ്കിലും മൈൻഡ് ഭയങ്കര പോസിറ്റീവായിരിക്കും. നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ മൊത്തം എല്ലാം പോസിറ്റീവ് ആവും. അപ്പം നമ്മൾ ഇന്ന് 2 മൈനനെ കണ്ടു, അത് കാരണം ഇന്നത്തെ ദിവസം നല്ല ദിവസമായിരുന്നു അങ്ങനെ. അപ്പം ആ ഒരു വിശ്വാസം അങ്ങോട്ട് മനസ്സിൽ പതിഞ്ഞു പോയി. അതാ ഓർക്യൂ നിങ്ങളുടെ സ്ലാങ് പൊളിയാണ്. അതെ, വളരെ വളരെ സന്തോഷം. അടുത്തത് ബെൻസൺ പഴയാട്ടിൽ. ഈ സരിത കുറ്റം പറയാൻ മുഴുവൻ സമയം കൂടെ നടക്കുന്നു, എന്താ സ്ത്രീയെ നന്നാവാത്തെ? കുറ്റം പറയണതൊന്നുമല്ലല്ലേ, സാധാരണ സരിതര വർത്താനം അങ്ങനെയാണ്. നന്നാവില്ല. ഈ 42 വയസ്സ് വരെ ഞാൻ ഇങ്ങനെയല്ലേ, ഇത് ഇങ്ങനെയാണ്, ഇനി ഇതിനെ നന്നാക്കാൻ പറ്റില്ല ചേട്ടാ, സോറി ചേട്ടാ. അടുത്തത് അസ്ലാം. ബാക്കി എന്തോ ഉണ്ട് കേട്ടോ പേര്, ബാക്കി എന്തിട്ടാണാവോ, ചെമ്പൻ കുഞ്ഞാവും. അതെ. അജൂസ് അധോലോകം മൊത്തത്തിൽ പൊളിയാണ്, ഒരു സ്ഥലം ഒഴികെ. വീട്ടിലേക്കുള്ള വഴി കൂടി ഒന്ന് മോടി പിടിപ്പിച്ചാൽ നല്ലതായിരിക്കും. താമരശ്ശേരി കുടുംബത്തിലൊരു കുഞ്ഞു സ്വർഗമാണ് അജൂസ് അധോലോകം. ഞാൻ സ്വപ്നത്തിൽ കണ്ട സ്വർഗത്തിലേക്കുള്ള വഴി ഇങ്ങനെയല്ല, അതുകൊണ്ടാണ് ഈ ഒരു അഭിപ്രായം പറഞ്ഞത് എന്ന് സ്നേഹത്തോടെ ചെമ്പൻ കുഞ്ഞ് ഒപ്പ്. ചെമ്പൻ കുഞ്ഞ് ചെമ്മീനിലത്തെയാണോ? ആയിരിക്കും ആ വഴി. അതെ, ചിലർ പറഞ്ഞ വഴി അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് പറയും, പഴയ പോലത്തെ വഴിയായിട്ട്. ചിലർ പറയും വഴി മറ്റേ ഇത് ഇടാൻ പറയും, ഇന്റർലോക്ക്. ചിലർ പറഞ്ഞിട്ട് അറിയാൻ പറയും. അപ്പം ഏത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലാണ്, കാശിന്റെ പോലെ മാത്രമല്ല കൺഫ്യൂഷൻ ഒന്നുമില്ല. പൈസ ഗേറ്റിന്റെ അവിടെ തൊട്ട് നമ്മുടെ വീടിന്റെ ഇവിടെ നിന്ന് ഈ റോഡ് ഇറക്കിയിടണമെങ്കിൽ ചില്ലറ കാശ് പോരാ. എല്ലാവരും കൂടി സഹകരിച്ച് ചെയ്യുകയാണെങ്കിലൊക്കെ പറ്റും. അത് അറിയില്ല, ചെയ്യണ്ടോന്ന് അറിയില്ല അങ്ങനെ. അടുത്തത് ശൈലജ വിശ്വപ്രസാദ്. എന്തിനാ സരിതേ അജുവിനെ കൃഷി ചെയ്യുന്നതിന് കുറവായി പറയുന്നത്? എന്തെല്ലാം സാധനങ്ങളാണ് അജു കൃഷി ചെയ്ത് വിളവെടുത്തിരിക്കുന്നത്? ഞാനിവരെ കുറവായിട്ട് പറഞ്ഞേ. നമ്മൾ നടന്നു വരുമ്പോഴേ പറയില്ലേ ശരിക്കും കൃഷിക്കാരനാണോ എന്നൊക്കെ ചോദിക്കില്ലേ? അതല്ല, അത് ചേട്ടനെല്ലാം അറിയാം. ഇപ്പൊ ഒരു സാധനം ചേട്ടൻ നട്ടു, അപ്പൊ ഇത് ഇങ്ങനെയല്ല നടണ്ടേ, മറ്റോണ വേറെ ടൈപ്പിലാണ് ഇത് നടണ്ടേ എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ അല്ലൻ ചേട്ടൻ അതിലും വന്ന് പറഞ്ഞു കൊടുക്കും, ഇത് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന അല്ലൻ ചേട്ടൻ അവിടെ നിന്ന് കാണുമ്പോൾ ഒക്കെ പറയും. അപ്പോൾ ചേട്ടൻ പറയും എനിക്കറിയാം അതങ്ങനെ ഇങ്ങനെ നടണ്ടേന്ന്, പക്ഷെ ഞാൻ ഇങ്ങനെ നട്ട് നോക്കട്ടെ ഉണ്ടാവുമെന്ന് അറിയാലോ അങ്ങനെ പറയും. അപ്പം എന്നിട്ട് ഉണ്ടാവില്ല. അപ്പോൾ പറയും കണ്ട ഇതിങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്നുള്ളൊരു പാഠം നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചില്ലേ എന്ന് പറയും. ഇങ്ങനെയാണ് പറയുക. അപ്പം എന്തെന്നാ ഞാൻ പറയാം അതിന് മറുപടി. അടുത്ത് മേഴ്സി ജേക്കബ്. രാത്രിയിൽ അമ്മിയിൽ അരയ്ക്കുന്ന നല്ലതല്ലെന്ന് പറഞ്ഞ് ഞാനാണ്. അമ്മി പാമ്പ് അരഞ്ഞ് ചേരും എന്നാണ് വിശ്വാസം. ശരിയാണ് സരിത പറഞ്ഞത്. എന്താ വിശ്വാസമായിട്ടല്ല, നിങ്ങളുടെ അമ്മിയിലേക്ക് ലൈറ്റ് ഫോക്കസ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. അമ്മിയിൽ വലിയ പീസുകൾ അരഞ്ഞു തരുന്ന പറയല്ലേ, പാമ്പ് വരെ അറിയാമെന്ന്. പാമ്പും കുട്ടിയൊക്കെ വരാലോ. അതുവരെ അറിയാമെന്നാണ് പറയുന്നത്. അപ്പം നമ്മള്
അമ്മയും അരയ്ക്കുമ്പോൾ നമ്മൾ ഇരുട്ടത്തല്ല അരയ്ക്കണേ. അപ്പൊ വല്ലതും അരഞ്ഞു ചേരോ എന്ന് വിചാരിച്ചു പറഞ്ഞതാണ്. അതറിയാം. നമ്മുടെ അമ്മീടെ അവിടേക്ക് വെളിച്ചുണ്ടോന്നാണ് ആ ചേച്ചി. വെളിച്ചുണ്ട്, അടിപൊളി വെളിച്ചുണ്ട്. അടുത്തത് മംഗലം രവീന്ദ്രൻ. സരിത അജു, ഞങ്ങൾ ഒരു ദിവസം വരുന്നതായിരിക്കും. വരൂ. ഓക്കെ, ഒത്തിരി ഇഷ്ടം. അടുത്തത് രാധാമണി ശശിധർ. അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകാതെ ഈ ആധുനിക കാലത്ത് കുറച്ചൊക്കെ വിട്ടുകളയണം. സരിത പറഞ്ഞതിൽ സത്യമുണ്ട്. ചെറുനാരകത്തിന് മുള്ളുണ്ട്. അജുവിൻ്റെ തല ഇടിച്ചില്ലേ, അത് തന്നെ ഉദാഹരണം. കുട്ടികളാവുമ്പോൾ പറയുകയും വേണ്ട. എന്തായാലും നാരകം മുറിക്കല്ലേ, ചില്ലകൾ വെട്ടി നിർത്തിയാൽ മതി. അജുവിനും ചേട്ടനും ഫാമിലിക്കും നല്ലൊരു ദിവസം നേരുന്നു. വീടിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യം മനോഹരമാണ്. മുറിക്കുന്നില്ല ചേട്ടാ, അതിന്റെ മുള്ളല്ലോ കൊണ്ടേ, അതിന്റെ ഒരു കൊമ്പ് വെട്ടി എന്റെ ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു. അതൊന്നും കൊണ്ടുപോകും. അടുത്ത അജീഷ് വി സി. നമസ്കാരം. അതുപോലെ നാളികേരമുറി മലർത്തി വെക്കരുത്, അത് ദോഷമാണെന്ന് പറയും. മലർത്തി വെച്ചാൽ വല്ല പാറ്റയോ എലിയോ വന്ന് കറണ്ട് തിന്നും. അതുകൊണ്ടായിരിക്കും കമത്തി വെക്കണം എന്ന് പറയണേ. അതായിരിക്കാം അതിന്റെ കാരണം. നമ്മൾ പറയും മലർത്തി വെക്കണത് മരിച്ചു കഴിഞ്ഞാലാണ് തലയ്ക്കലാൻ ഭാഗത്ത് മലർത്തി വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് കത്തിക്കുക. അതുകൊണ്ട് മലർത്തി വെക്കാൻ പാടില്ല. അപ്പോൾ ആരെങ്കിലും മരിക്കും വീട്ടിലെന്ന് പറയും. അടുത്ത് രാഗിണി ദേവി എം ആർ. പട്ടി പെറ്റിടം, കൂവളം കെട്ടിടം, നാരി നടിച്ചിടം, നാരകം നട്ടിടം, ഇങ്ങനെയും പഴമൊഴിയുണ്ട്. ഇന്നത്തെ വ്ളോഗ് അടിപൊളി. കുട്ടികളുടെ ചിരി എന്ത് രസമാണ്. സുജിതേരെ പിള്ളേരൊരു പ്രത്യേകതയായിട്ടുള്ള ചിരി. കുട്ടികൾക്ക് നിർത്താൻ പറ്റില്ല ചിരി. അല്ല, അവളും അങ്ങനെ തന്നെ. അടുത്തത് സന്ധ്യ കളരിക്കൽ. മുഴുവൻ കാണണ്ട, കമന്റ് 2 ഇട്ട്. മുഴുവൻ കാണാണ്ടാണ് 2 കമന്റ് ഇട്ടത്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാട്ടോ. വീടിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ സിനിമയിൽ കാണുന്ന പോലെ. എന്താ ഭംഗി, കണ്ടു തട്ടാതിരിക്കട്ടെ. ഇനി ഇത് കണ്ട് സിനിമാ സംവിധായകർ ഷൂട്ടിങ്ങിന് ചോദിക്കും, ഉറപ്പാ. ഈ സന്ധ്യ എന്ന് പറഞ്ഞ കുട്ടിയാണ് അയ്യോ ചെറിയേട്ടാ വെട്ടല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ വേറൊരു കമന്റ് കൂടി പറഞ്ഞിട്ട്. അടുത്തത് ശാന്തി വിജയൻ. സൂപ്പർ സരിത, ഇന്നത്തെ വീഡിയോ വളരെ നന്നായിട്ടുണ്ട്. കൊണ്ടും കൊടുത്തും കഴിക്കുന്നതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. അജു ഇന്ന് റൊമാൻറ്റിക് മൂഡിലാണല്ലോ. അജു ചെടികൾ മാറ്റിയും മറിച്ചും വെക്കുന്നതിൽ ജാള്യത വേണ്ട. സന്ദർഭോചിത മാറ്റങ്ങൾ നല്ലതാണ്. പരിപാടിയിൽ മാറ്റം വരുന്നതിന് കമ്മിറ്റിക്ക് അധികാരം ഉണ്ടായിരിക്കും എന്നല്ലേ. തോട്ടം മനോഹരമാക്കാനല്ലേ. ഇന്ന് സരിതയ്ക്ക് ഐശ്വര്യം കൂടിയ പോലെ. ഇത് അതിന്റെ മുന്നത്തെ വീഡിയോ. അങ്ങോട്ട് മീൻ കൂട്ടാൻ കൊടുത്തതും അങ്ങനത്തെ ആ വീഡിയോ. അടുത്ത് ബീന ജോസഫ്. സരിതയെ, എനിക്ക് സരിതയുടെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയത്തില്ല. ഇന്നത്തെ പാട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. ഞാൻ എപ്പോഴും ഓർക്കും ഞാൻ നിങ്ങളുടെ വീടിൻ്റെ അടുത്തായിരുന്നെങ്കിൽ എന്ന്. അയ്യോ പാവം ചേച്ചി. അടുത്തത് ആദം ആസാൻ. കൃഷിയിടം നല്ല ഭംഗിയായി വരുന്നുണ്ട്. അനിലൻ ചേട്ടനെ കൊടുക്കുന്നോ? അയ്യോ, അനിലൻ ചേട്ടനെ കൊടുക്കുന്നോ? നന്നായിണ്ട്. നിങ്ങളെ ഇങ്ങ് എടുക്കുക, നിങ്ങളെ തരണം അനിലൻ ചേട്ടനെ. ഇത്രയും സ്നേഹമുള്ള ഒരാളെ വേറെ കിട്ടില്ല. അതുകൊണ്ടാ ഇത്രയും സ്നേഹമുള്ള ഒരാളെ ഞങ്ങൾ തരും തോന്നുന്നുണ്ടോ? അടുത്തത് ലീല ജേക്കബ്. ഒരു ദിവസം അജുവിനെ നിലത്ത് നിർത്താതെ ചെടികളെ കൈക്കോട്ടിൽ കോരിക്കൊണ്ട് നടത്തില്ലേ, അതുപോലെ നടക്കണമെന്ന്. നിലത്ത് നിർത്താണ്ട് ചേട്ടനെ. അപ്പൊ മനസ്സിലാവും ചെടികളുടെ വിഷമം. അവർക്കും ഉണ്ടല്ലോ വിഷമങ്ങൾ ചെടികൾക്കും. ഞാൻ എന്താ ചെയ്യുന്നത് കണ്ടാണ് ചേട്ടൻ ഇങ്ങനെ കൊണ്ടു നടക്കണം. ഒരു കമന്റ് ഉണ്ടായിരുന്നു, പൂച്ചക്കുട്ടികളെ പൂച്ചയില്ല കിടത്തില്ലേ ഇങ്ങനെ ആരും കാണാണ്ട് ഒരു സ്ഥലത്ത് പ്രസവിച്ച് അവിടെ നിന്ന് വേറെ സ്ഥലത്ത് ഇങ്ങനെ. അതുപോലെ ചേട്ടൻ അങ്ങോട്ട് ഇടും നോക്കി പതിങ്ങി പാത്തുമതിയാണ് അങ്ങോട്ട് ഇടും കൊണ്ട് ഓടുന്ന കാണാൻ കൈക്കോട്ടിലെടുത്തിട്ട്. അടുത്ത സുബൈദ പി എം. അസൂയ തോന്നിപ്പിക്കുന്ന സ്നേഹം. അനിത പി. അയ്യോ ഭക്ഷണം അങ്ങനെ പങ്കുവയ്ക്കുന്നുണ്ടാണ്. അത് നമ്മള് വിചാരിച്ച് നമ്മളിപ്പോ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളതൊന്നല്ല, തന്നെ വന്ന് സംഭവിക്കുന്നതാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെയുള്ളത് 3 വീടാണ്. വലിയേട്ടൻ്റെ വീട്, അനിലൻ ചേട്ടൻ്റെ വീട്, അപ്പുറത്ത് ചെറിയേട്ടൻ്റെ വീട്, ഷാൻ ചേട്ടൻ്റെ വീട് പണി നടക്കണം. അങ്ങനെ 4ാമത്തെ ആളുടെ വീട് പണി നടക്കണം. അപ്പം എന്തിട്ടെന്നറിയോ സജീവൻ്റെ പരിപാടി? നേരെ ചെറിയേട്ടൻ്റെ വീട്ടിൽ നിന്ന് ചോറ് എടുക്കും, കൂട്ടാനെടുക്കും. ചോറും കൊണ്ട് അനിലൻ ചേട്ടൻ്റെ വീട്ടിൽ വരും. ഇത് ഇവിടുത്തെ കൂട്ടാനെടുക്കും. അത് കഴിഞ്ഞ് വലിയേട്ടൻ്റെ വീട്ടിൽ പോകും. എന്നിട്ട് അവിടെ നിന്ന് കൂട്ടാനെടുക്കും. എന്നും 3-4 തരം കൂട്ടിയിട്ടാണ് അവൻ. അവിടെ നിന്ന് വലിയേട്ടൻ്റെ വീട് എത്തുമ്പോഴത്തേക്കും ഊണ് കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ നിന്ന് കയ്യും കഴുകി പാത്രം കഴുകിയിട്ട് ആ പാത്രം കൊണ്ട് ചെറിയേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് പാത്രം എല്ലാവരും തന്നെയാണ് വിളമ്പ് കഴിച്ച് പ്ലേറ്റ് കഴുകി വയ്ക്കും. അത് വലിയേട്ടൻ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബാക്കി എല്ലാവരും ഞാൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അവരവരെ പ്ലേറ്റ് അവരവർ കഴുകി വയ്ക്കും. അപ്പം അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഇങ്ങനെ വന്നതൊക്കെ ആദ്യമായിട്ട് ഇങ്ങനെ കാണുമ്പോഴേ. നടന്നിട്ട ചോറിനാന്ന് മാത്രം ഒരിക്കലും ഇരുന്നുണ്ടില്ല.
അങ്ങനെ ഇവരെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേശപ്പുറത്ത് എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് വെക്കുക, വെള്ളം വരുന്നിട്ട് അടുത്ത് കയ്യോ ഇങ്ങനെ എന്താ പറയാ ഓച്ചാനിച്ചുണ്ട്, എന്നാലും അടുത്ത് ഇങ്ങനെ നിൽക്കണം. എന്തെങ്കിലും വേണോ? അമ്മ ഒപ്പരുന്ന് കഴിക്കും. ഒരു സഹായം അത് അല്ല, അതൊരാഗ്രഹം അവർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാന്നുള്ളത്. അച്ഛന് രണ്ടുപേർക്കും അത് ഇഷ്ടമാണ്, ഒരുമിച്ചിരുന്ന് കഴിക്കാന്നുള്ളത്. അപ്പോൾ അച്ഛൻ എത്ര സമയം കഴിഞ്ഞിട്ടാണ് പണി കഴിഞ്ഞ് വരുന്ന വർഷാപ്പിൽ നിന്ന് അമ്മ നോക്കിയിരിക്കും കഴിക്കാണ്ട്, അങ്ങനെ അവർ രണ്ടുപേരുന്ന് കഴിക്കണത്. അതാണ് ഞാൻ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ വന്ന് പണിസ്ഥലത്തുനിന്ന് വന്ന് പോകണം. ഞാൻ ചിലപ്പോൾ അറിയില്ല, റൂമിൽ ഞാനുണ്ടാവും. ചേട്ടൻ നേരെ അടുക്കളയിൽ വന്ന് ഭക്ഷണം എടുത്ത് കഴിച്ച് പോയിട്ടുണ്ടാവും. ഞാൻ ചേട്ടനെ നോക്കി ഇങ്ങനെ ഇരിക്കും. പിന്നെ വന്നാ അപ്പോഴാണ് ചിലപ്പോൾ പിന്നെ പുറത്ത് കയറുമ്പോഴാണ് അറിയാം ചേട്ടൻ വന്നിട്ട് കഴിച്ചിട്ട് പോയി. അങ്ങനെ ആദ്യമൊക്കെ അത് വിഷമമായിരുന്നു. പിന്നെ എനിക്ക് അത് ശീലമായി, അത് ഇങ്ങനെയാണ്, ഇനി അത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എനിക്ക് വിശക്കുമ്പോൾ ഞാനെടുത്ത് കഴിക്കുക, അങ്ങനത്തെ രീതി. ഇവിടെയൊക്കെ പിന്നെ അങ്ങനെ ഈ കറികളും ഇതൊക്കെ അങ്ങനെ പങ്കുവയ്ക്കുന്നതും കറികളെല്ലാം ബാർട്ടർ സമ്പ്രദായം, അങ്ങനെ അത് ഭയങ്കര രസമാണ്. ഒരു വീട്ടിലിപ്പോൾ ഒരു കൂട്ടാൻ നമുക്ക് ഇഷ്ടപ്പെടാത്താണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കൂട്ടാൻ വാങ്ങിക്കുക, അതൊക്കെ ചെയ്യും. ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യും. ജഗ്ഗു ഇവിടെ കൂട്ടാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഓടും, അങ്ങോട്ട് പോകും, വെളിച്ചൻ്റെ അവിടേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. അടുത്തത് ദിവ്യ. എല്ലാ മനുഷ്യരുടെ ഇടയിലും ഒരു കുട്ടിത്തം ഉണ്ടാവും. ഇവിടെ അജു ചേട്ടന് കുട്ടിത്തം കൂടിപ്പോയി. ഇങ്ങനെ വേര് വന്നോന്ന് നോക്കലും പറിച്ച് നടലും കഴിയുമ്പോഴേക്കും അവിടെ അല്ലും ചേട്ടൻ്റെ കൂർക്കയൊക്കെ പറിച്ച് തുടങ്ങുന്നുണ്ടാവും. ഇപ്പോഴും അജു ഏട്ടൻ ഇവിടെ വേര് വന്നോന്ന് നോക്കിയിരിക്കും. ഒടുവിൽ ജഗ്ഗുവിന് വിളിച്ചു കൊടുക്കുമ്പോൾ അജു ഏട്ടൻ മുന്നിലോടും. കൈ കഴുകി ഏമ്പക്കം വിട്ട് പിന്നെ സരിതേ ഇതിന് വേര് പിടിച്ചോന്ന് നോക്കിയിട്ട് വരാമെന്ന് പറയും. എന്താ ചേട്ടൻ നന്നാവാത്തേ, ഒരു മാറ്റം പ്രതീക്ഷിച്ചോട്ടെ, നടക്കുവാവോ? ഒരു ഇതൊക്കെ മാറ്റില്ല കഴിഞ്ഞില്ല, ഇനി ഒന്നുമില്ലല്ലോ മാറ്റം. ഇനിയിപ്പോൾ അങ്ങനെ മാറ്റാനൊന്നുമില്ല, ഇനിയിപ്പോൾ നട്ടുകൊണ്ടിരിക്കുന്നു. വിത്ത് നട്ടതൊക്കെ ഇങ്ങനെ പതുക്കെ ചെറുതായിട്ട് പിടിച്ച് വളർന്നുകൊണ്ടിരിക്കുന്നു. ഇനി വളം കൂടുതൽ, ഈ ചാണം കൊണ്ടൊന്ന് കുറേ തട്ടിയിട്ട് കേടായി പോകുന്നു മാത്രമേ ഇപ്പം എനിക്ക് പേടിയുള്ളൂ. ചില ചെടികൾക്ക് എനിക്ക് കണ്ടിട്ട് ഇതുവരെ കണ്ടിട്ട് മനസ്സിലായിട്ടുള്ള കാര്യം, ചില പച്ചക്കറി ചെടികൾക്ക് ചാണകപ്പൊടിയാണ് നല്ലത്. പച്ചച്ചാണകം ശരിയല്ല. വെയിലുള്ളൊരു സ്ഥലത്ത് ആ ചാണം ഒന്ന് പരത്തിയിട്ടിട്ട് അതൊന്ന് ഉണങ്ങിയിട്ട് ചാണപ്പൊടി ഇട്ട് കൊടുക്കാവും നല്ലത്. അല്ലെങ്കിൽ ചേട്ടനൊക്കെ ഇവിടെ, അല്ലെങ്കിൽ ചേട്ടനും ചെറിയേട്ടനൊക്കെ നമ്മളിപ്പോൾ ചാണകം ഒരു വണ്ടി അടിച്ചില്ല, അതിൽ നിന്ന് എടുത്തുകൊണ്ടുകൊണ്ട് അവരോട് പറഞ്ഞു ഇതിൽ നിന്ന് കൊണ്ടുപോക്കോളാൻ ആവശ്യത്തിന്. അങ്ങനെ അവരത് കൊണ്ടുപോയിട്ട് അവരത് പരത്തിയിട്ട് ഉണക്കിയിട്ടാണ് അവർ ചെടികൾക്ക് ഇട്ട് കൊടുക്കണത്. ചേട്ടൻ ഡയറക്റ്റ് പച്ചച്ചാണം ഇട്ട് കൊടുക്കുമ്പോൾ എന്നിട്ടാണ് അതിൽ നിറച്ച് പ്രാണികൾ വന്നിട്ട് ഈ ചെടികൾ ഇങ്ങനെ ചെറിയ തൈകളല്ലേ, അതിൻ്റെയൊക്കെ ഇലകൾ മൂലമൊക്കെ മുഴുവൻ ഓട്ടകളാണ്. ഇപ്പം ഞാൻ ഉണക്കാനായിട്ട് കുറച്ചിട്ടുണ്ട്. എല്ലാ ചെടിയും ഉണങ്ങി പോയപ്പോൾ തൈകളൊക്കെ പോയി. പിന്നെ ഇപ്പോൾ ആദ്യ തൈകൾ നടന്നു വരും തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഈ അപ്പം അങ്ങനെയാന്നുള്ളത് ഇപ്പോഴും പറയും. അപ്പോന്ന് കുറേ മാറ്റി ഞാനത് കട്ട് ചെയ്യാം. അടുത്തത് ലുക്ക് അറൗണ്ട്സ്. ചേട്ടാ ഒരു ഉപദേശം ഞാൻ തരാം. വീടിന് കണ്ണേറ് വരുന്നതിന് നമ്മൾ വീടിന് മുന്നിൽ വല്ല കോലവും തൂക്കിയിടും. അതുപോലെ നിങ്ങളുടെ വീഡിയോ അവസാനിക്കുന്ന സമയത്ത് കണ്ണേറ് കിട്ടുന്നതിന് എന്തെങ്കിലും ഒരു കോലം വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ലാസ്റ്റുള്ള ഈ സീനൊക്കെ അസൂയ തോന്നുന്നു. ശരിയാണ്, അത് തന്നെയാണ് ആ ഭക്ഷണം പങ്കുവയ്ക്കലേ. അടുത്തത് ഹെവൻ സോൾ ട്രൂ പാത്ത്. കറിവേപ്പില കൊടുക്കുന്ന രംഗം, പിന്നെ ഊഞ്ഞാലാടി പാടുന്ന സരിതയെ നോക്കുന്ന അജുവിൻ്റെ ഭാവം ഒരു രക്ഷയുമില്ല. മീൻകറി കൊതിപ്പിച്ചു. അജു ഇന്ന് സൂപ്പർ മൂഡാണ്. പൊളിച്ചു മക്കളെ, ക്യാമറാമാൻ കൊള്ളാം. നല്ലൊരു ദിവസത്തിൻ്റെ സന്തോഷം പങ്കുവച്ചതിന് നന്ദി. മിനി തിരുവനന്തപുരം. സന്തോഷം. അടുത്തത് ഷർമിള രജി. അനിലൻ ചേട്ടൻ കൃഷി ചെയ്ത് വിളവെടുക്കും. അജുവേട്ടൻ ഇങ്ങനെ സ്ഥലംമാറ്റം നടത്തി ആഘോഷിക്കും. വല്ലതും നടക്കൂ. നേരത്തെ പറഞ്ഞല്ലോ. അടുത്തത് സ്നേഹലത. സൂപ്പർ കറി, സൂപ്പർ വീഡിയോ. നൈസ് ടു സീ അജു എൻജോയ് ഫുഡ് ആഫ്റ്റർ ഹാർഡ് വർക്ക്. സരിത ഡസ് സിസ്റ്റമാറ്റിക് കുക്കിംഗ്. ഏതോ ഒരു പാട ഇരുന്ന് കഴിക്കുന്ന എന്താണ് ഏതോ ഒരു പാട ഇരുന്ന് കഴിക്കുന്ന പ്രതീതി. സോ ഇമ്പോർട്ടൻറ്റ്. ദ ഹസ്ബൻഡ് ഈസ് ഹാപ്പി ഓൾവേസ് ആൻഡ് സരിത ഈസ് സക്സസ്ഫുൾ ദാറ്റ് വേ. അതും കിട്ടാണാവോ? ഏതോ ഒരു ഇരുന്ന് കഴിക്കുന്ന പ്രതീതി. അത് മാത്രം മനസ്സിലായില്ല കേട്ടോ ചേച്ചി. എന്തായാലും വളരെ നല്ല കമന്റ് അല്ലേ. അടുത്തത് ഷെഫി ഡോൾ. വേപ്പിൽ തന്നപ്പോൾ സരിതേച്ചിക്ക് നാണം വന്നു. ഷോ എൻ്റെ കമന്റ് വായിക്കണം കേട്ടോ ചേച്ചി. വായിച്ചു, തീർച്ചയായും വായിച്ചു. അടുത്തത് KRS. അജുവേട്ടാ സരിതേച്ചി നമസ്കാരം. എന്നും വീഡിയോസ് കാണാറുണ്ട്. പണ്ടത്തെ പോലെ കമന്റ് ഇടുന്നില്ല എന്നേ ഉള്ളൂ. ഒരു വട്ടം കാണാൻ തുടങ്ങിയാൽ അങ്ങനെ നിർത്താൻ പറ്റില്ല നിങ്ങളുടെ വീഡിയോസ്. പുതിയ സബ്സ്ക്രൈബേഴ്സ് വരട്ടെ, പുതിയ കമൻറ്റ്സ് വരട്ടെ, ചാനൽ ഒരുപാട് വളരട്ടെ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം എന്ന് ഈ ചാനലിൻ്റെ ആദ്യകാല സബ്സ്ക്രൈബറിൽ ഒരാൾ, ഗംഗ ഫ്രം UK. സന്തോഷം. അടുത്തത് രഹന.
അജുവേട്ട സരിതേ ഭൂമിയിലെ സ്വർഗത്തിന്റെ അവകാശികളെ നമിക്കുന്നു നിങ്ങളെ. വളരെ സന്തോഷം. അടുത്ത സിന്ധു ബിജു. അജുവേട്ട ഉരുള വേണമെന്ന് ചോദിക്കുമ്പോൾ ഏയ് എന്ന് ആദ്യം പറയുമെങ്കിലും ആ ഉരുള കിട്ടണമെന്ന ആഗ്രഹം ആ മുഖം കാണുമ്പോൾ അറിയാം. അതുകൊണ്ട് ദയവായി അജുവേട്ട സരിതയോട് അങ്ങനെ ചോദിക്കേണ്ട. നല്ല മീൻകറി ഉണ്ടാക്കിയ സരിതയ്ക്ക് അഭിനന്ദനങ്ങൾ. താങ്ക് യു. അടുത്തത് മിനി എസ് കുമാർ. സരിതയെ പാട്ട് കലക്കി. ഞാൻ ആദ്യമായിട്ടാണ് കമൻ്റ് ഇടുന്നത്. ആ ചട്ടിയിൽ തടി സ്പൂൺ ഇടൂ. പിന്നെ ആ കറി ഷെയറിങ് നന്നായിട്ടുണ്ട്. ശരി, അതെ അങ്ങോട്ട് എടുത്തുകൊണ്ടിരുമ്പോൾ ആ തടി മറന്നു. പിന്നെ അത് എടുക്കാൻ അവിടെ വരെ പോകണ്ടേ എന്നുള്ള മടിക്ക് അവിടെ ഇരുന്നു. പിന്നെ തക്കാളി എടുക്കാനും അങ്ങനെ വേറൊരു കാര്യത്തിന് ഞാൻ പോയിണ്ടായിരുന്നു. തക്കാളി എടുക്കാൻ ചേട്ടനെ പോയി. വേറൊരു കാര്യത്തിന് ഞാൻ പോയിണ്ടായിരുന്നു. അപ്പോഴും അത് ആലോചിച്ചില്ല. അപ്പം പരമാവധി അടിയിൽ കൊള്ളാത്ത വിധത്തിൽ ഇങ്ങനെ ആ മരത്തിൻ്റെ മണ്ണിൻ്റെ ചട്ടിയിൽ സ്റ്റീലിൻ്റെ ഇട്ട് ഇളക്കുമ്പോൾ നമുക്ക് മണ്ണ് ഇങ്ങനെ ആ മൺചട്ടിയിലെ മണ്ണ് വല്ലതും വരണ്ട് ഇങ്ങോട്ട് പോരാവും നമുക്ക് തന്നെ തോന്നും. പോരുന്നില്ല എന്നാലും. അടുത്തത് മിന്ന. ലാസ്റ്റ് ഭാഗം എത്തിയപ്പോൾ മനസ്സ് നിറഞ്ഞു. കൊടുക്കൽ വാങ്ങൽ കാണാൻ തന്നെ എന്താ ഒരു ഇത് സന്തോഷം. അടുത്തത് മായാദേവി. അജുവിൻ്റെയും സരിതയുടെയും വീഡിയോയുടെ വിജയം ഈ കളി ചിരി തമാശകളൊക്കെ തന്നെയാണ്. ഗോഡ് ബ്ലസ് യു. കൊതു തുടങ്ങി വേഗം അവസാനിപ്പിക്കണം കേട്ടാ. ആ ചേച്ചി പിന്നൊരു കമന്റ് ഓടിയിട്ടുണ്ട് കേട്ടാ. പച്ചക്കറി ദൈവങ്ങൾ വിളി കേട്ടിട്ടുണ്ടാകുമോ എന്തോ, കാരണം അവറ്റകളെ നിലത്ത് നിർത്തുന്നില്ലല്ലോ അജു. ആ ചേച്ചി കുറേ കമന്റ് ഇടും. ഇപ്പോൾ ആദ്യം നമ്മുടെ അശോക് വേൾഡ് കുറേ കമന്റ് ഇടും. ടെസ്ല മൈ ഹീറോ കുറേ കമന്റ്സ് ഇടും. അവരൊക്കെ എന്ന് പറഞ്ഞാൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കില്ലേ, എന്തെങ്കിലും ഒരു സാധനം കാണുമ്പോൾ അവർക്ക് അവിടെ എന്തെങ്കിലും കമന്റ് പറയാൻ തോന്നിയാൽ അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കമന്റ് ഇടുകയാണ്. അങ്ങനെ 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 അവർ തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ കമന്റുകൾ ഇടും. കുറേ കമന്റ് ഇടും. ചിലപ്പോൾ 10-15 കമന്റുകൾ ഇടും ഒരു വീഡിയോയ്ക്ക്. അപ്പോൾ ഇപ്പോൾ വേറെയും കുറേ പേര് അങ്ങനെ ഇടുന്നുണ്ട്. ഇവർ മാത്രമല്ല, കാണുന്ന ഓരോ സാധനങ്ങൾ കാണുമ്പോൾ അത് ഇട്ടിട്ട് പോകും. ഇപ്പം ഈ മായാദേവി എന്ന് പറഞ്ഞ ചേച്ചി അങ്ങനെ തന്നെ കുറേ കമന്റ് ഇടും. വേറെ ഏതെങ്കിലും ചാനലിലെ ആൾക്കാർ ഇങ്ങനെ കമന്റ് ഇടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടാ. ഇങ്ങനെ കുറേ കമന്റ്സ് ചെയ്യും. ഒരാൾ തന്നെ നമ്മൾ കാണാണ്ടാവും ചിലപ്പോൾ. നമ്മുടെ വീഡിയോയിലെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്തത് സജീന മനോജ്. സത്യമായിട്ടും പറയുകയാണ്, സരിത സൂക്ഷിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ദിവസം സരിതയെ ഉറങ്ങി കിടക്കുമ്പോൾ അജുവേട്ടൻ സ്ഥലം മാറ്റും. പെട്ടിയൊക്കെ റെഡിയാക്കി വെച്ചോ വേഗം. അതന്നെ കാലത്ത് എണീക്കുമ്പോൾ ഞാൻ വേറെ വല്ല വീട്ടിൽ പോയി കിടക്കണ്ടാവോ ദൈവമേ. അടുത്തത് ജോയ്സ് ഡി കന്ന. സൂപ്പർ വീഡിയോ. അജു, യുവർ ഫാം ഈസ് ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ ബിക്കോസ് ഓഫ് ദ ബ്രിക്സ് ഫെൻസിങ്. Aju, you are looking very handsome because your stomach and your structure of your health of your body. Keep it up and maintaining your health. Sarida, your fish curry is looking very awesome and colorful and tasty. Sarida, you are taking very much care of your loving partner, Aju, and be happy always like this. God bless you. Thank you. സന്തോഷം. ഇന്ദിര കെയർ. ഇന്ന് പലയിടത്തും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ സഹോദര സ്നേഹവും പരസ്പരം കൊടുക്കൽ വാങ്ങലുകളും ഒരു പോസിറ്റീവ് എനർജി തരുന്ന കാഴ്ചകൾ തന്നെ. മീൻ കറി സൂപ്പർ. അടുത്ത് രാധാമണി ഇ വി. ജോസാ അജു എന്നാവും എഴുതിയേക്കണം അല്ലേ? അജു സരിതയെന്നാവും. സരിത, നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അജു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സരിതയെ തലോടിക്കൊണ്ട് പറഞ്ഞ വാക്കുകൾ എന്തോ എനിക്ക് കണ്ണു നിറഞ്ഞു പോയി. പിന്നെ ഏട്ടനിയന്മാരുടെ സ്നേഹം കാണുമ്പോൾ വളരെയേറെ സന്തോഷം. അത് ശരിയാണ് കേട്ടോ. നമ്മുടെ ഈ മറ്റേ എനിക്ക് സരിത ഒരിക്കലും മറ്റേ ഈ കുലശ്രീ പോലെയുള്ള പെരുമാറ്റം എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല. എനിക്കിങ്ങനെയുണ്ട് അങ്ങടും ചെറുതായിട്ടൊക്കെ അങ്ങടും ചെറുതായിട്ട് വഴക്ക് കൂടിയിട്ടും വർത്തമാനം പറഞ്ഞ് കളിയേക്കും തോട്ടിട്ടും ഇടിച്ചും പിടിച്ചും ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറവാണ്. ഇങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാനിങ്ങനെ പറയും, എനിക്ക് തോന്നുന്ന അഭിപ്രായം പറയും, എനിക്കറിയാം. പറയുമ്പോൾ ചിലത് ചേട്ടൻ എടുക്കാത്ത കാര്യമാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് നേരെ റിപ്ലൈ ആക്കുമ്പോൾ അപ്പോൾ പിന്നെ ഞാനത് വീണ്ടും പറയാൻ പോകില്ല. ആരെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വഴക്കിലേക്ക് പോകും. അപ്പോൾ പിന്നെ ഞാൻ അത് പറയാണ്ട് അവിടെ നിന്ന് പോരും. അതാണ് രസമല്ല ചേട്ടൻ? അതിഷ്ടം. അയ്യോ ചേട്ടാ ഇതവിടെ വെക്കണോ അങ്ങനെ പറഞ്ഞിട്ടുള്ള പരിപാടി വേണ്ട. അങ്ങനത്തെ ഭാര്യമാരൊന്നും ഇല്ല എവിടെയും. വീഡിയോ ഇങ്ങനെ വ്ളോഗ് ചെയ്യണവരിൽ ചിലവരങ്ങനെ കാണാം. അങ്ങനെ എന്നാലും ഇല്ല. ഇപ്പൊ ഒരുവിധം ഭാര്യ ഭർത്താക്കന്മാര് ഇങ്ങനെ വ്ളോഗ് ചെയ്യണവരൊക്കെ ശരിക്കും ഏതാണ്ട് നമ്മളെ പോലെ തന്നെയാണ്. സാധാരണ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെയാണല്ലോ. അല്ലാണ്ട് ഇപ്പോഴും ഭയങ്കര സ്നേഹം, അത് അഭിനയായിരിക്കും. അടുത്ത അനിലകുമാരി. പാചകം ചെയ്ത മാവിന്റെ സ്ഥലം സൂപ്പർ, എന്താ ഭംഗി. ഇന്നത്തെ വീഡിയോ സൂപ്പർ സൂപ്പർ സൂപ്പർ. അടുത്തത് ലീമ ചക്കാലക്കൽ. അജു സരിത, നിങ്ങൾക്ക് എന്നും പിക്നിക് ആണല്ലോ. ഗുഡ് വീഡിയോ.
കൊള്ളി വെച്ചു, കട്ട്ലേറ്റ് ഉണ്ടാക്കി, അടിപൊളി, സ്നാക്കായി, സ്കൂളിൽ കൊണ്ടുപോയി, വാച്ചിങ് ഫ്രം ഇറ്റലി. മോള് സ്നാക്കായിട്ട് സ്കൂളിൽ കൊണ്ടുപോയിന്ന്, വാച്ചിങ് ഫ്രം ഇറ്റലി. ഏത് കട്ട്ലേറ്റ് അല്ലേ? ബെസ്റ്റ് കട്ട്ലേറ്റ് ആണ് കേട്ടത്. അടുത്തത് RC മച്ചാൻ, നല്ല മീൻകറി. അത് അവനല്ലേ? അയ്യോ, അവൻ കമന്റിട്ടാണോ? നല്ല മീൻകറിയും കൂട്ടി 2 പ്ലേറ്റ് ചോറും 3 പപ്പടവും കൂട്ടി വയറ് ഫുള്ള് ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ അന്ന് പോയത്. പാവം. അടുത്തത് ബിന്ദു MK, സരിതയുടെ കയ്യും പിടിച്ച് പോകുന്നത് കണ്ടാൽ ഇപ്പം കല്യാണം കഴിച്ചതുപോലെ. മിഥുന അന്ന് തന്നെ പറഞ്ഞു കേട്ടോ, മീൻകറി ഭയങ്കര ടേസ്റ്റ്, എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ പോയത്. അവനെ അച്ഛനമ്മയൊന്നുമില്ല, അവന് ഒരു അനിയനും മാത്രമുള്ളൂ വീട്ടിലേക്ക്. അപ്പോൾ ഇവർ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കണമൊക്കെ. അപ്പോൾ ഇതുങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പാവം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വല്ലതും ഉണ്ടാക്കി കഴിക്കുന്നുണ്ടാവുള്ളൂ, പണിക്കും പോകണ്ടേ. അവൻ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ജോലിയാണ് അവനുള്ളത്. അതിൻ്റെ കൂടെ ആൾക്ക് ഈ പ്ലെയിൻ ഉണ്ടാക്കണ ഒരു പ്രാന്തും ഉണ്ട്. അവൻ്റെ ചാനൽ RC മച്ചാൻ എന്ന് പറയണ ചാനൽ മിഥുൻ്റെ കണ്ടു നോക്കി കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ നല്ല ടേസ്റ്റ് മീൻസ് ഞാൻ ഭയങ്കര ടേസ്റ്റിൽ ഉണ്ടാക്കിയെന്നല്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അത് അങ്ങനത്തെയൊക്കെ കഴിക്കുമ്പോൾ എന്താ പറയാ, അത് ഭയങ്കര ഇഷ്ടമായി. അതിനെ പറഞ്ഞറിയിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ പറഞ്ഞു ഇതുപോലെ ഞാൻ ഇനി ഉണ്ടാക്കും, ഇങ്ങനെ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല, ഇതെല്ലാം കൂടി മിക്സിയിൽ അരച്ചിട്ടുള്ള പരിപാടി നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഇനി ഇതുപോലെ ഉണ്ടാക്കും എന്നിട്ടൊക്കെയാണ് ആളന്ന് പോയത്. അടുത്തത് സിജു, ഹായ് അജുവേട്ടൻ, സരിത, എന്താ വിശേഷം? ഒരു കാര്യം പറയട്ടെ, ഈ വർഷത്തെ ജൈവ കർഷകനുള്ള അവാർഡ് അജുവേട്ടന് തന്നെയാണ്. പിന്നെ നിങ്ങളുടെ പറമ്പിൽ വെച്ചുള്ള പാചകം അടിപൊളി, വാച്ചിങ് ഫ്രം ഇസ്രായേൽ. സന്തോഷം. അടുത്ത് ഷീല അച്ചു, മാറ്റി പറിച്ചു നടൽ എന്നത് ഒരേ ഒരു വിഷയം, പക്ഷെ അതിൻ്റെ ഓരോ ദിവസത്തിലുമുള്ള അവതരണത്തിലെ ശൈലി വൈവിധ്യം എത്ര കേട്ടാലും കേട്ടിരിക്കാനും കണ്ടിരിക്കാനും തോന്നും. മനസ്സിൻ്റെ ഉന്മേഷം അത് കിട്ടാൻ ഇത് തന്നെ പോരെ. മാറ്റി പറിച്ചു നടൽ ചിലപ്പോൾ നമുക്ക് 1, 2 അല്ലെങ്കിൽ ഒരു 5 വീഡിയോയിൽ മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ സാധാരണ. അല്ല, കഴിഞ്ഞു, ഇനി മാറ്റാനൊന്നും ഇല്ല. നമുക്ക് നമ്മുടെ മാറ്റി മറിക്കലെങ്കിലും അതിലെന്തെങ്കിലുമൊക്കെ രസമുണ്ടാവും. അതുകൊണ്ടാണ് വ്യത്യസ്തത ഉണ്ടാവും. അതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞു, ഇനി ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വായിക്കട്ടെ. ഇരുട്ടായി തുടങ്ങിയിട്ട്. ശില്പ ശ്രീകുമാർ നായർ, ഇവർ അഭിനയിക്കുകയാണ് എന്ന് ചിലർ പറയുന്നു. നമ്മൾ അഭിനയിക്കുകയാണെന്ന് ആരും പറയില്ല. അല്ല, ചിലർ കമന്റ് ഇടുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അഭിനയാണെന്ന്. ബട്ട് എനിക്ക് തോന്നില്ല, അത് അവർ ഇങ്ങനെ തന്നെയാണ്. ചേട്ടന്മാരുടെ എന്തൊരു സ്നേഹമാണ്, തിരിച്ചും അങ്ങനെ തന്നെ. അല്ലെങ്കിലും അവർ ഒരമ്മയുടെ അച്ഛൻ്റെ മക്കളല്ലേ, അവർക്ക് ആ സ്നേഹമുണ്ട് ഇപ്പോഴും എപ്പോഴും. ഇവരുടെ സ്ലാങ് അങ്ങനെയാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്. ചേച്ചി, ചേട്ടൻ, ജഗ്ഗൂസ് ആൻഡ് ക്യാമറാമാൻ, അനിലേട്ടൻ, ഏടത്തി, ചെറിയേട്ടൻ, പ്രിയേടത്തി, എല്ലാവരും ഇഷ്ടം. നല്ല സന്തോഷം, വളരെ സന്തോഷം. അടുത്ത് മുല്ല ഷിബീർ, ടാറ്റ സുമോ എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ സുമോ കൊള്ളിയത് ആദ്യമായിട്ട് കേൾക്കുകയും കാണുകയുമാണ്. അജുവായിട്ട് ആ വാഴകളുടെ അരികിലൂടെ പോകുമ്പോൾ പാവം അവറ്റകളുടെ നെഞ്ചിൽ തീയാണ്. ഈശ്വര, ഈ മനുഷ്യനെ ഞങ്ങളെയും ഇവിടുന്ന് മാറ്റി പാർപ്പിക്കുമോ? ഒരു കുഞ്ഞ് ജനിച്ചു വളരുന്നത്, അതായത് വാഴക്കൊല വരെ, മനസ്സിൽ തീയാണ്. ഞങ്ങളുടെ വാഴാലിക്കാവ് ഭഗവതിയെ കാത്തോളണേ. ശരി, നമ്മൾ വാഴനെ അധികം പറിച്ചൊന്നും നേന്ത്രവാഴനെയൊന്നും പറിച്ചു നടില്ല ചേട്ടാ. ചില സാധനങ്ങളുണ്ട്. പിന്നെ സുമ, കപ്പ, അതിന് തണ്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് 3-4 പേര് അഡ്രസ്സൊക്കെ അയച്ചു തന്നെ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. ഇത് പാക്ക് ചെയ്യാൻ ഇത് കൊണ്ടുപോയി കൊടുക്കാനൊക്കെ സമയം വേണമല്ലോ. പാക്ക് ചെയ്യാനായിട്ട് കവറ് പോലും വാങ്ങിച്ചിട്ടില്ല, അത് അയക്കണം. അടുത്തത് സിന്ധു ബിജു, മാറ്റം വേണം അജു ചേട്ടാ. ചേട്ടൻ ഈ മാറ്റി കൊണ്ട് നടന്നതിന് ആകെപ്പാടെ സപ്പോർട്ട് ചെയ്യണ ഒരാളാണ് കേട്ടോ സിന്ധു ബിജു. മാറ്റം വേണം അജു ചേട്ടാ, കാലം കഴിഞ്ഞ ചെടികൾ പിഴുതു കളഞ്ഞ് പുതിയത് നടണം. അതൊക്കെയാണ്, ഇത് പുതുതായിട്ട് വന്നതിനെയാണ് പറിച്ച് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണത്. സരിതയ്ക്ക് കൃഷി രീതി അറിയില്ലാത്തത് കൊണ്ടാണ്. സരിതയുടെ കമൻറ്റ് കേൾക്കണ്ട, സംശയം വല്ലതും ഉണ്ടെങ്കിൽ അനിലൻ ചേട്ടനോട് ചോദിക്കും. നന്നായിണ്ട്, അനിലൻ ചേട്ടൻ്റെ നല്ലത് കേൾക്കും. അടുത്ത് ഹാരിസ് ചാമക്കടവ്, അജുവിന് മാറ്റൽമാനിയാണ്. ഇവിടെ കഴിഞ്ഞാൽ ഇനി അനിലൻ ചേട്ടൻ്റെ അവിടെയും ചെറിയേട്ടൻ്റെ അവിടെ ഉള്ളത് എല്ലാം അതിരാവിലെ ആരും കാണാതെ മാറ്റി നടാൻ സാധ്യതയുണ്ട്. സരിതയുടെ ഒരു കണ്ണ് അല്ല 2 കണ്ണും അജുവിൽ വേണമെന്ന്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാറ്റി കാല് കിട്ടും. ഇവിടെ നമുക്ക് ഫുൾ സ്വാതന്ത്ര്യത്തിൽ ഇത് ചെയ്യാലോ. പക്ഷെ ഞാൻ മറ്റുള്ളവർ കൃഷി ചെയ്തൊന്നും തൊടാൻ പോയില്ല. അടുത്ത് ഡാലിയ ദിവാകരൻ, ജഗ്ഗുവിന് പഴം കൊടുക്കാൻ വിളിക്കുന്ന വിളി കേട്ടപ്പോൾ ഉള്ള ഡയലോഗ്, ചിരിച്ചു മരിച്ചു. ആരാ ഇവിടെ പഴത്തിന്റെ കാര്യം പറഞ്ഞത്? എവിടെ പഴം? അതെങ്ങനെയാണ് അവരെ ഞാൻ കേൾക്കണതും അത് പറയണതൊക്കെ എനിക്ക് തന്നെ അറിയില്ലേടാ. നമ്മളെങ്ങനെയോ പറഞ്ഞു പോകും. കല്യാണ രാമലത്തെ ഇന്നസെന്റ് ഞെട്ടിയോണരില്ലേ, ഞാൻ അറിയാണ്ട് ഇവിടെ കുപ്പി കൊണ്ടിട്ട് ഗ്ലാസും കൊണ്ടുവന്നിട്ട് വേസ്റ്റ് ഗ്ലാസ്. അതേപോലെയാണ്.
അതെങ്ങനെയാണെന്ന് അറിയില്ല. അടുത്തത് ജയ അശോക്. അനിലേട്ടൻ നിങ്ങളുടെ അച്ഛൻ്റെ ചായ തന്നെ. ശരിയാ, അച്ഛൻ്റെ ചായയാണ്, അച്ഛൻ്റെ സൗണ്ടുമാണ്. ക്യാമറമാനെ പറ്റി ഒരിക്കലല്ല 1000 പ്രാവശ്യം ഓർക്കാറുണ്ട്. സരിതയുടെ കുറുമ്പും അജുവിൻ്റെ ഫുൾ ടൈം കോമഡിയും കാണുമ്പോൾ ചിരിച്ച് ചാവും. ക്യാമറയും കൊണ്ട് അജുവിൻ്റെ പുറകെ ഓടുന്ന ക്യാമറാമാന് 1000 പൂച്ചെണ്ടുകൾ. അടുത്തത് മിസ്റ്റർ മഴവിൽ മനോരമ TV. കൊതിയൻ അജു. അവനവൻ്റെ പൈസ ചിലവാക്കാതെ ഓസിക്ക് അനിലേട്ടൻ്റെ അവിടെ നിന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന അജു. അവിടെ മേടിക്കുന്ന നട്ട്സൊക്കെ ഇവിടെയും വാങ്ങിച്ചുകൂടെ? അവിടെ 1 മാസത്തേക്ക് വാങ്ങിച്ചിരിക്കുന്ന സാധനം ഇവിടെ 1 മാസത്തേക്ക് വാങ്ങിച്ചു വെച്ചാൽ അത് ഒരാഴ്ച കൊണ്ട് കഴിയും. അതാണ്, പിന്നെ വാങ്ങിക്കാൻ പോവില്ല. ഒന്നും പറഞ്ഞില്ല. കെ സുധാകരൻ. നിങ്ങൾ പ്രേക്ഷകരോട് നീതി കാണിക്കണം, കമന്റ് ഇട്ടാൽ മറുപടി കൊടുക്കണം. മറുപടി ഒരുവിധം 90% കമന്റുകൾക്ക് മറുപടി കൊടുക്കാറുണ്ട്. രാത്രി എന്നിട്ടാ പോകണല്ലോ. ഇപ്പൊ ഇന്നിട്ട വീഡിയോക്ക് നാളെ കമന്റ് ഇടുന്നവർക്ക് ചിലപ്പോൾ റിപ്ലൈ കൊടുത്തൊന്നും വരില്ല. പിന്നെ നാളെ നമ്മൾ അപ്പോഴത്തേക്ക് വേറെ വീഡിയോ ഇട്ടുണ്ടായില്ലേ, പിന്നെ അതിന്റെ കമന്റ്സ് നോക്കാം. ചിലപ്പോൾ ഞാൻ പിന്നെയും ഒക്കെ കഴിഞ്ഞിട്ട് നേരത്തോടെയൊക്കെ കമന്റ്സിന് റിപ്ലൈ ഇടായിരിക്കുകയാണെങ്കിൽ സമയം ഉണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോകളുടെ ബാക്കി എന്തെങ്കിലും എടുക്കണമെങ്കിലും കൊടുക്കാറുണ്ട് കേട്ടോ. പരമാവധി നോക്കാൻ നമ്മൾ, കാരണം നമ്മളുടെ വീഡിയോ കാണാൻ ഇത്ര വിലപ്പെട്ട സമയം മാറ്റി നമ്മളെ പ്രേക്ഷകർ കാണുന്നു, പിന്നെയും സമയം എടുത്ത് കമന്റ് ഇടുന്നു. അപ്പൊ നമുക്ക് അവർക്ക് ഒരു വില കൊടുക്കുന്നവരാണ് നമ്മള്. അവർക്ക് അത്രയേറെ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും കാരണവശാൽ വല്ല യാത്രകളോ അതോ ഇതല്ല, പിന്നെ നമുക്ക് വല്ല വയ്യാണ്ടിരിക്കുകയോ തീരെ പറ്റാത്ത അവസ്ഥയിൽ മാത്രമാണ് ചില ദിവസങ്ങളിൽ കമന്റ്സ് റിപ്ലൈ കൊടുക്കാണ്ടിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഒക്കെ പരമാവധി കൊടുക്കും. അടുത്തത് വിനോദിനി KP. അജു ജഗ്ഗു കർഷകൻ എന്ന് പറഞ്ഞത് അജുവിനെ അഭിമാനിക്കാം. നട്ടച്ചെടികൾ പറിച്ചു നടന്ന് അജു ഈ ജന്മം ഒഴിവാക്കും തോന്നുന്നില്ല. എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അജുവിന്റെ ചെവി ആനിലും ചേട്ടന്റെ വീട്ടിലേക്കാണ്. കട്ട്ലേറ്റ് സൂപ്പർ. ഇതെല്ലാവരും പറയുന്നുണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് ചെവി വയ്ക്കണമൊന്നുമില്ല, ഞാൻ എന്തെങ്കിലും തിന്നണ കാര്യം പറഞ്ഞാൽ അത് ചേട്ടൻ കേൾക്കും, ഞങ്ങൾ ആരും കേട്ടില്ലെങ്കിലും. അടുത്തത് റിസ്മി. ഒരു കോമഡി ഫിലിം കാണുന്ന ഫീലിംഗ്. ഞങ്ങളെ ചിരിപ്പിച്ച് കൊല്ലുക ചേട്ടൻ. എല്ലാം നല്ല വൃത്തിക്ക് ക്യാമറാമാൻ പകർന്നുകൊണ്ട്. ബിഗ് സല്യൂട്ട് ക്യാമറാമാൻ. ഈ വീഡിയോയിൽ ക്യാമറാമാൻ ഇതിന് നല്ല ഇത് കിട്ടിയിട്ടുണ്ട്, നന്നായി എടുക്കും, വളരെ നന്നായിട്ട് എടുക്കും. അടുത്തത് പ്രബീത കോരക്കാര വിട്ടി. അല്ലൻ ചേട്ടൻ കൊള്ളി വെക്കാനുള്ള സെറ്റപ്പ് കണ്ടപ്പോഴേ അന്തം വിട്ട് പണ്ടാരമടങ്ങി സരിത. ഇനി കിഴങ്ങ് ഉണ്ടായി വിളവെടുത്താൽ പറയേണ്ട കാര്യമുണ്ടോ? അടുത്തത് റിതം ഓഫ് നേച്ചർ. ഇന്ന് നടാം നാളെ നടാം എന്ന് പറഞ്ഞ് തീർന്നു പോയല്ലേ. എന്നിട്ടാ കപ്പലണ്ടി അല്ലാതെ കഴിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല അല്ലേ? പാവം അജു ചേട്ടൻ, വിശപ്പിന്റെ അസുഖമായിരിക്കും. അടുത്ത അർജുൻ BK. നമസ്കാരം ചേട്ടാ, സെർജേശി ജഗ്ഗു. ഇന്ന് സുമോക്കൊപ്പം നടന്ന് കാണുന്ന സാച്ചിൽ നന്ദി. അതുപോലെ വളരെ രുചികരമായ കൂർക്ക കട്ട്ലറ്റിന്റെ റെസിപ്പി കൂടി പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. തീർച്ചയായും വീട്ടിൽ ഉണ്ടാക്കി നോക്കും. ഇന്നത്തെ വീഡിയോ വളരെയേറെ ഇഷ്ടമായി. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ. കൂർക്ക കട്ട്ലറ്റ് മിന്നിച്ച സാധനം തന്നെയാട്ടാ. അടുത്തത് റിയാസ്. അനിലേട്ടൻ ജഗ്ഗുവിനോട് പഴം വേണോ? ഇത് കേട്ട അജു. എവിടെ പഴം? അനിലേട്ടൻ കൈകൂപ്പി അജുവിനോട്. നിന്നോടല്ല എൻ്റെ പൊന്നനിയ, നിന്റെ മോനോടാണ് ചോദിച്ചത്. അല്ലേലും നീ ആ മൂലയിൽ പഴം പോലെ നിൽക്കുന്നത് കണ്ടിട്ടാണ് എനിക്ക് പഴത്തിൻ്റെ കാര്യം ഓർമ്മ വന്നത് തന്നെ. എൻ്റെ ദൈവമേ, ഇവൻ്റെ മുന്നിൽ നിന്ന് ഭക്ഷണ സാധനത്തിൻ്റെ ഒരു പേര് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായി. അയ്യോ, ചിരിക്കാൻ വയ്യ. അടുത്ത് റിയാസ് ഭയങ്കര കോമഡിക്കാരനാണ്. നാട്ടിലൊക്കെ ചിലപ്പോ ആട് ഭയങ്കര താരായിരിക്കില്ലേ? എവിടെ നാട്? റിയാസിന്റെ നാട് എവിടെയാണെന്ന് പറഞ്ഞോളോ. അച്ചു 14 Pro Max. പറിച്ചുനടിയിൽ വിദഗ്ധൻ അജു. കിഴങ്ങ് കുഴിച്ചെടുത്തിട്ട് വേറെ കൊണ്ടുപോയി കുഴിച്ചിടട്ടെ എന്ന പാവം ആണ് കേട്ടോ അജു ഏട്ടൻ. മോശമായിട്ട് കമന്റ് ഒന്നും ഇടല്ലേ, ഒരു നിഷ്കുവാണ് ആ മനുഷ്യൻ. അല്ലൻ ചേട്ടൻ. എടാ ജഗ്ഗു, ഒരു പഴം കഴിച്ചിട്ട് പോ. അപ്പോൾ അജു, പഴോ എവിടെ? എനിക്ക് കല്യാണരാമൻ്റെ ഇന്നസെന്റിന് ഓർമ്മ വന്നു. കുപ്പി പൊട്ടിക്കുമ്പോൾ ഇന്നസെന്റ് റിയാക്ഷൻ. എന്തായാലും മുന്നത്തെ വരികളെ നമ്മളെ മനസ്സിലാക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ കൂടെ. ചേട്ടനെ എല്ലാവർക്കും അറിയാം, പാവാണെന്ന്. തമാശക്ക് വരണതല്ലോ എല്ലാവരും ഈ കൊണ്ടു നടക്കണതിന്. എനിക്കറിയാം. അടുത്ത സന്ധ്യ ബിജു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കട്ട്ലേറ്റ്. നിങ്ങൾ കഴിക്കുന്ന കണ്ടപ്പോൾ കൊതി വന്നു. ഇന്ന് എന്തായാലും വാങ്ങും. കാശ് കളയിക്കാൻ രണ്ടും കൂടി വന്നോളും. സരിതയ്ക്ക് അവാർഡ് കൊടുക്കണം, പറഞ്ഞാൽ കേൾക്കാത്ത ഈ ചേട്ടൻ്റെ കൂടെ ക്ഷമയോടെ നിൽക്കുന്നതിന്. എന്നിട്ട് എല്ലാം സരിത പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ചിരി വരും. അടുത്ത ഡോക്ടർ ഉണ്ണിക്കുട്ടൻ. അല്ല, കൂർക്ക കട്ട്ലേറ്റ് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടൂ. കൂർക്ക വാങ്ങിക്കണം. അതെ.
അടുത്ത് ഡോക്ടർ ഉണ്ണിക്കുട്ടൻ 1301 അതെ പ്രതികരിക്കണം. അജുവേട്ടൻ പറഞ്ഞതുപോലെ എല്ലാത്തിനോടും പ്രതികരിക്കണം. നോക്കിക്കോ, മുള്ളഞ്ചീരിയും പ്രതികരിക്കും. പ്രതികാരദാഹിയെ മുള്ളഞ്ചീര അടുത്ത ജന്മത്തിൽ അജുവേട്ടനോട് കണക്കെണ്ണി പ്രതികരിച്ചിരിക്കും. തൻ്റെ സാമ്രാജ്യം വെട്ടിപ്പിടിച്ച പയറിനോട് മുള്ളഞ്ചീര അധികം ഇളിക്കണ്ട, അജുവേട്ടൻ്റെ കയ്യിലല്ലേ കിട്ടിയിരിക്കുന്നത്, ഇനിയും തയ്ച്ചു വെച്ചോ ഇതുപോലെ ഒരെണ്ണം. എല്ലാവർക്കും കിട്ടും. എന്താ രസകരമായ കമന്റുകൾ എല്ലാവരും ഇടുന്നത്. അടുത്ത് ടോമെൽദോ, ഓ അല്ലൻ ചേട്ടൻ്റെ ഒരു ജ്യൂസിൻ്റെ ഒരു ഗമ. ചിലപ്പോൾ ചേച്ചി പല്ല് ക്ലിപ്പ് ഇട്ടിട്ട് കുടിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി എന്ന് ഓർത്തിട്ടാവും. അല്ല അല്ലൻ ചേട്ടൻ എന്നും ഉണ്ടാക്കണ്ടല്ലോ, അത് അന്ന് ഉണ്ടാക്കി വെച്ചതല്ലേ ഞങ്ങൾ ചെന്നപ്പോൾ കുടിക്കാൻ തന്നെ. നാളെ എന്നും ഉണ്ടാക്കുന്നുണ്ട്. പല്ലിൻ്റെ ഇത് ഉണ്ടാക്കിയില്ലേ, പക്ഷേ പല്ലിന് ചേച്ചിക്ക് ഞാൻ പറഞ്ഞില്ലേ മോണയ്ക്കൊരു സർജറി ചെയ്തു പഴുപ്പെടുത്ത് കളയാൻ, അന്നോട്ട് ഉണ്ടാക്കി തുടങ്ങിയതാ. ഇപ്പൊ ചേച്ചിക്കും ഭക്ഷണം കഴിക്കാം, എന്നാൽ ആളത് ഉണ്ടാക്കൽ നിർത്തിയിട്ടില്ല. അതിന്റെ വീഡിയോ ഞങ്ങൾ എടുക്കുന്നുണ്ട്. അല്ല ചേട്ടൻ എടുക്കാൻ സമ്മതിച്ചു. കമന്റ്സ് ഇങ്ങനെ കുറെ കണ്ടപ്പോഴേ അല്ല ചേട്ടൻ എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ സരിതേ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു കൈ കൊണ്ട് മുട്ടയിൽ മുക്കുക, മറ്റേ കൈ കൊണ്ട് ബ്രെഡ് ക്രംസിൽ പൊതിയുക, അപ്പൊ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. എന്ത് ചെയ്താൽ അജുവിന് കുറ്റം. ആ കപ്പലണ്ടി അവിടെ ഇരുന്ന് നാശമായി പോയെങ്കിലോ എന്ന് ഓർത്ത് പാവം കഴിച്ചതാണ്. ഭക്ഷ്യയോഗ്യമായ വിത്തുകൾ ഇനി മുതൽ തടം ശരിയാക്കി നടാൻ നേരത്ത് മാത്രം വാങ്ങിക്കുക. അടുത്ത് ഗൾഫ് കോൺ 12:50 തൊട്ട് 18:34 വരെ. ഈ വീഡിയോയിൽ ഏറ്റവും ചിരിപ്പിച്ച ഭാഗങ്ങൾ. അജുവേട്ടാ നിങ്ങളൊരു സംഭവം തന്നെ. അതെന്തുട്ടായിരുന്നാവോ, പഴത്തിൻ്റെ ആവോ? സരിത, അല്ല ചേട്ടൻ കപ്പലണ്ടി നടന്നു എന്ന് പറഞ്ഞിട്ട്. അജുവേട്ടൻ, കപ്പലണ്ടി ബാഗിൽ കഴിയാറായില്ലേ? സരിത, എന്തേ എവിടെ? അജുവേട്ടൻ, അത് തിന്നങ്ങാട്ട്. സരിത, ആ പാക്കറ്റ് മുഴുവൻ തിന്ന് തീർത്തോ? അജുവേട്ടൻ, അതിലാകെ കൂടെ 10 മണികളെ ഉണ്ടായിരുന്നുള്ളൂ. സരിത, അയ്യോ അജുവേട്ടൻ, ഇന്ന് നടാം നാളെ നടാന്ന് പറഞ്ഞിട്ട് മൊത്തം ഞാൻ കഴിച്ചു തീർത്തു. എന്നിട്ട് സരിതയുടെ മുഖഭാവവും ലാസ്റ്റത്തെ ഡയലോഗും, ഭാഗ്യ വിത്തുകളൊക്കെ ഭക്ഷ്യയോഗ്യം അല്ലാത്തത് നന്നായി. അജുവേട്ടൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കാരാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്, വിത്ത് നടാൻ സ്ഥലമില്ല. അന്നേരമാണ് കപ്പലണ്ടി 250 കപ്പലണ്ടി വാങ്ങിച്ചത്, പച്ച കപ്പലണ്ടി നടാനായിട്ട്. 10 മണിയുള്ള അതിൽ ബാക്കി. അല്ല സ്ഥലം ഇല്ലാത്തോണ്ടാണ്. അതൊക്കെ നടും. പറഞ്ഞ പോലെ തടം ശരിയാക്കി വെച്ചിട്ട് വാങ്ങിച്ചോണം മതി. അയ്യോ ചുണ്ട് വലിഞ്ഞിട്ട് കാറ്റ്. NB സ്ഥലമില്ലാത്തതുകൊണ്ട് അജുവേട്ടൻ അത് സ്വന്തം വയറ്റിലോട്ട് നട്ടു, അത്രേ ഉള്ളൂ. പിന്നെ അല്ല, ഓർക്കണം ഗൈസ്, വെറും 10 കപ്പലണ്ടി മാത്രമുള്ള പാക്കറ്റ്, അതും അജുവേട്ടൻ്റെ കയ്യിൽ മിനിമം 50 കപ്പലണ്ടിയെങ്കിലും ഉള്ള പാക്കറ്റ് ആയിരുന്നെങ്കിൽ അതിൽ നിന്ന് ഒരു 5 എണ്ണമെങ്കിലും അജുവേട്ടൻ നട്ടേനെ. 250 ഗ്രാമാണ്. 250 ഗ്രാം ഉണ്ടായിരുന്നു, എന്നിട്ടാണോ 10 കപ്പലണ്ടി? ഇത് സരിതയുടെ ശ്രദ്ധക്കുറവ് മാത്രമാണ് ഗൈസ്, അജുവേട്ടനെ നമുക്കറിയാലോ. അടുത്തത് വൈജയന്തി മനോഹരൻ, ആൾ പറക്കുന്ന കട്ട്ലേറ്റ് സൂപ്പർ. അല്ലൻ ചേട്ടനും ഭാര്യയും അജുവിനും സരിതേനും ജഗുവിനും എല്ലാവരെയും നന്നായി കെയർ ചെയ്യുന്നു. ശരിക്കും ജീവിതം പകർത്തി മായമില്ലാത്ത ജീവിതം. വീഡിയോ അടിപൊളി. അടുത്ത് സതീദേവി, ഹായ് അജു സരിത ജഗു. അജു പറഞ്ഞതല്ലേ ഇനി ഒന്നും പറിച്ചു നടില്ലേ എന്ന് അജു വാക്ക് തെറ്റിച്ചു. അല്ലയുടെ സുമോകപ്പ നടുന്നത് വളർന്ന് നല്ല ഫലം കിട്ടട്ടെ. ഞാൻ കൂർക്ക കട്ട്ലേറ്റ് കഴിച്ചിട്ടില്ല കേട്ടോ, കണ്ടിട്ട് നന്നായിട്ടുണ്ട് സരിത. എന്തെങ്കിലും നടാൻ ഉദ്ദേശമുണ്ടെങ്കിൽ വേഗം വേണം, അല്ലെങ്കിൽ അജു മുഴുവൻ കഴിച്ചു തീർക്കും. നല്ലൊരു ദിവസമാകട്ടെ. ഒരുപാട് ഇഷ്ടം, സന്തോഷം. അടുത്ത് അംബിക മേനോൻ, പ്ലീസ് പ്ലാന്റ് സം മേത്തി സീഡ്സ്. യു ക്യാൻ മേക്ക് മേത്തി പറാത്ത, മെനി നോർത്ത് ഇന്ത്യൻ കറീസ് എക്സെട്ര വിത്ത് ഫ്രഷ് മേത്തി ഫ്രം യുവർ ഗാർഡൻ. അടുത്ത് ഫെയറൂസ്, അജു ചേട്ടൻ എന്തു ചെയ്യുമെന്ന് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല. ചീര ഇപ്പോൾ മാറ്റി നടന്നത് സരിത ചേച്ചി പറഞ്ഞു. അജു ചേട്ടൻ മനസ്സോടെ അംഗീകരിച്ചെങ്കിലും അടുത്ത നിമിഷം കാണുന്നത് പയറിന്റെ പേരും പറഞ്ഞ് അത് വെട്ടി ദൂരെ കളയുന്നതാണ്. അടുത്തത് സിജു, ഹലോ അജു ചേട്ടൻ സരിത, ഇന്നും ഒരു മാറ്റി നടൽ അപാരത. എന്നാലും അജു ചേട്ടന്റെ തഗ്ഗും സരിതയുടെ സംസാരവും ഒത്തിരി ഇഷ്ടം. പിന്നെ നാവ് ഇടയ്ക്ക് കടിക്കുന്നത് ഇറച്ചി കഴിക്കാൻ കൊതിയുള്ളത് കൊണ്ടാണ് എന്ന് എൻ്റെ മമ്മി പറയാറുണ്ട്. വാച്ചിങ് ഫ്രം ഇസ്രായേൽ. അടുത്തത് സിന്ധു ഷാജി, ചെടികൾക്ക് കാലുണ്ടായിരുന്നെങ്കിൽ അജു വരുന്ന അറിയുമ്പോൾ അവർ താമരശ്ശേരിയിൽ നിന്ന് തന്നെ ഓടി രക്ഷപ്പെട്ട് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയി താമസിച്ചേനെ. അടുത്തത് അനുപമ ഗിരീഷ്, പരുന്തിനെ കാണുമ്പോൾ അമ്മ കോഴി പേടിക്കും, എൻ്റെ ഏത് കുഞ്ഞിനെയാണാവോ എന്ന് കൊണ്ടുപോകുന്നത്, അതുപോലെയാണ് അജുവിനെ കാണുമ്പോൾ ചെടികളുടെ പേടി. അടുത്തത് അംബിക ബൈജു, വീഡിയോയ്ക്ക് വേണ്ടി ചെടികൾ മാറ്റുന്നത് ഒരു പ്രഹസനം തന്നെ. നിങ്ങൾ നിങ്ങളുടെ തന്നെ പഴയ വീഡിയോസ് കാണൂ. അജുവും സരിതയും അഭിനയിക്കാൻ മത്സരിക്കുന്നു. അതും ഇപ്പോൾ എനിക്കറിയില്ല, ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ അഭിനയിക്കേണ്ടതെന്ന്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്കാണ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അടുത്തത് തോമസ് മംഗലം, ഒരു തത്വശാസ്ത്രത്തിൻ തൈ നട്ടു ഞാൻ എന്നും പിഴുതു നോക്കുന്നു വേരെണ്ണാൻ. സൃഷ്ടി എന്ന സിനിമയിൽ ദാസേട്ടൻ പാടിയ പാട്ടിലൊരു വരി. ചേട്ടൻ്റെ കൃഷി കാണുമ്പോൾ ആൾക്ക് ഈ പാട്ട് ഓർമ്മ ഒന്നും തോന്നുന്നു.
അടുത്തത് ഇന്ദിര കെയർ. സരിതയെ ബി കെയർഫുൾ. ലക്ഷണം കണ്ടിട്ട് ഏത് നിമിഷം അജു സരിതയെ പറിച്ചു നടാൻ സാധ്യതയുണ്ട്. ഞാൻ പറിച്ചു നടൽ നിർത്തി എന്ന് എന്നും പറയും, പക്ഷെ നേരം വിളിച്ചാൽ തുടങ്ങിയായി പറിച്ചു നടൽ. സരിതയെ ഒരു ദിവസം പച്ചക്കറി തൈകളെല്ലാം പറിച്ചു നട്ട് കഴിയും കേട്ടോ. അതന്നെ. അടുത്തത് ശോഭന വർഗീസ്. അജു ചേട്ടനെ നേരിൽ കണ്ടാൽ ആ തലക്കിട്ട് ഒരു കൊട്ട് തരുന്നുണ്ട്. ആ ചെടികൾ ഇങ്ങനെ മാറ്റി നടല്ലേ, അതിൻ്റെ പറിച്ചുനടൽ കണ്ടിട്ട് വിഷമമാകുന്നു. ആ കിഴങ്ങ് അങ്ങനെ ആരെങ്കിലും എടുത്തു നോക്കുമോ? പൊട്ടനാണോ അതോ ഇങ്ങനെ അഭിനയിക്കുന്നതാണോ? എന്നാലും ഇത് കുറച്ച് കൂടുന്നു കേട്ടോ. അല്ല, സത്യത്തിൽ അത് കടക്കിയ വല്ല ഉണ്ടോ നോക്കി തന്നെയാണ്. അല്ലാണ്ട് നമ്മുടെ അമ്മ അങ്ങനെ ചെയ്യാറുണ്ട്. കൂർക്ക നട്ട് കഴിഞ്ഞാൽ പറിച്ച് നോക്കല് തുടങ്ങും കുറച്ച് നാൾ കഴിയുമ്പോൾ. ചെറിയൊരു ഇതെടുത്തിട്ട് എല്ലാത്തിലും ഓരോ കട പറിച്ച് അവിടെ തന്നെ കുഴിച്ചിടും. പിന്നെ വേറെ കട കുറച്ച് 2 ദിവസം കഴിയുമ്പോൾ വേറെ കട പറിച്ച് വെക്കും. അങ്ങനെ അമ്മയുടെ സ്വഭാവം എനിക്കുണ്ട്. അടുത്തത് പ്രേമ മലയത്ത്. അജുവിൻ്റെ ഓരോ കാര്യം ഞാൻ ചിരിച്ച് ചത്തു. സരിത ഞെട്ടി ധരിച്ച് നിൽക്കുമ്പോൾ ഞാനും അതേ അവസ്ഥയിലാണ്. ഈശ്വര അടുത്ത് ഇനി എന്താണ് മാറ്റുന്നത്? സരിത അജുവിൻ്റെ അടുത്ത് നിൽക്കണ്ട, കുറച്ച് അങ്ങോട്ട് നീങ്ങി നിന്നോ. അടുത്തത് സുനിത വിജയൻ. നിതിൻ ആ പഴം വെച്ചിട്ട് ഒന്ന് തട്ടിയതിൻ്റെ മീനിങ് എന്താണെന്ന് അറിയുമോ? അജുവേട്ടാ, ഇത് എനിക്ക് തന്ന പഴമാണ്, തൊട്ടു പോകരുത് എന്ന്. അടുത്തത് സിന്ധു എസ്. എന്ത് കിട്ടിയാലും മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള അജുവിൻ്റെ സരിതയുടെ മനസ്സ്, അത് നിങ്ങളുടെ നന്മ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ. പ്രാർത്ഥനകൾ. അടുത്തത് റെയിൻബോ പ്ലാന്റർ. ഇന്നലെ അജുവേട്ടൻ പറഞ്ഞതേ ഉള്ളൂ ഇനി മാറ്റി നടൽ ഇല്ലാന്ന്. ഇപ്പം എന്തായി? ഒരു സത്യം പറയട്ടെ, അജുവേട്ടനെ കൊണ്ട് പറ്റില്ല. പാവം മധുരക്കിഴങ്ങ്, അതിൽ കിഴങ്ങുണ്ടായത് അതിൻ്റെ ഭാഗ്യം, അല്ലെങ്കിൽ അതിൻ്റെ കാര്യത്തിലും തീരുമാനമായനെ. അജുവേട്ടൻ്റെ തോട്ടത്തിലെ ചെടികളെല്ലാം പേടിച്ച് കായും പൂവും പെട്ടെന്ന് തരും. അടുത്തത് ശ്രീജ ഗിരീഷ്. എല്ലാ കാര്യത്തിനും അജുവേട്ടൻ്റെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. സരിതയ്ക്ക് ജഗ്ഗുവിനെ നോക്കാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അജുവേട്ടനെ മേയ്ക്കാൻ നല്ലോണം പാടുപെടുന്നുണ്ട് പാവം. അടുത്തത് രാസിലുലു. അജുവിൻ്റെ ചെവി അനിലേട്ടൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വെച്ചേക്കാണ്. അനിലേട്ടൻ എപ്പോഴാ എന്തെങ്കിലും തിന്നാൻ വിളിക്കുന്നത്? അനിയൻ്റെ സ്വഭാവം അറിയുന്ന അനിലേട്ടൻ. ജഗ്ഗു ഗൂ ഗൂ ഒരു പഴത്തിന്. ഒപ്പം തന്നെ അജു പ്രതികരിച്ചു. പഴവും കിട്ടി. പാവം അനിലേട്ടൻ ജഗ്ഗുവിനോടുള്ള സ്നേഹത്തിൽ ചോദിച്ചതാ. കൊതുകിരിക്കണ്ടോ? ഇന്നിയാലോ വെറുതടിച്ചു. അടുത്ത് സലാം ഹാജിയാർ പള്ളി. മണ്ണിന് മേലെയുള്ള എല്ലാവർക്കും സ്ഥലമാറ്റം കിട്ടി. മണ്ണിനകത്തുള്ള മധുരക്കിഴങ്ങിനും സ്ഥലമാറ്റം കിട്ടുമോ എന്ന് പേടിച്ചു. എന്തായാലും മുള്ളൻ ചീരയുടെ കുത്ത് കിട്ടിയാലേ അജു നന്നാകൂ. പെട്ടെന്ന് ഇരുട്ടായി, അധികം സമയമായിട്ടില്ല. പിന്നെ അതല്ല, തമിഴ്നാട്ടിൽ ചുഴലിക്കാറ്റ് വരുന്ന കാരണം ഇവിടെ മഴ പെയ്യുന്ന പറഞ്ഞില്ല. അപ്പൊ അതിന്റെ ഒരു അന്തരീക്ഷത്തിന്റെ ഒരു മൂടലുണ്ട്. ഇല്ല, സമയമായി. സമയം എത്രയായി? 5:40. 5:40 അപ്പോൾ ഇരുട്ടായി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആണ് വരെ. നന്ദി, നമസ്കാരം.